Exercise 4.1, problem 7. Prove that 1 into 3 plus 3 into 5 plus 5 into 7 plus etc. plus 2n minus 1 into 2n plus 1 equal to n into 4n square plus 6n minus 1 divided by 3. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ പി ഓഫ് എൻ ആയിട്ട് എടുക്കാം. ടേക്ക് ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് ആസ് പി ഓഫ് എൻ 1 into 3 plus 3 into 5 plus etc. plus 2n minus 1 into 2n plus 1 equal to n into 4n square plus 6n minus 1 divided by 3. Now step 1, മൂന്ന് സ്റ്റെപ്പ് വന്നിരിക്കുന്നത്. Step 1, consider LHS and RHS of P of 1. We have to find LHS and RHS of P of 1. Now in LHS we have to write only first term 1 into 3 which is equal to 3. To find RHS, put n equal to 1 in RHS of P of n. So 1 into 4 into 1 square plus 6 into 1 minus 1 divided by 3. RHS il n equal to 1 എന്ന് കൊടുക്കണം. So 1 into 4 plus 6 minus 1 divided by 3 which is equal to 9 divided by 3. So LHS equal to RHS. So P of 1 is true. P of 1 is true. Now step 2. Step 2, assume P of k is true. Assume P of k is true. P of k is such that 1 into 3 plus 3 into 5 plus 5 into 7 plus etc. 2k minus 1, 2k plus 1. Replace n by k. K into 4k square plus 6k minus 1 divided by 3. P of n il n ന് പകരം k കൊടുത്തു കഴിഞ്ഞാൽ P of k കിട്ടും. Now we have to take LHS of P of k plus 1. P of k plus 1ൻ്റെ LHS എടുത്തിട്ട് P of k അതിൽ അപ്ലൈ ചെയ്തിട്ട് P of k plus 1ൻ്റെ RHSലേക്ക് നമ്മൾ എത്തും. അപ്പോൾ നമ്മളിവിടെ kth ടേം എഴുതി. kth ടേമാണ് ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം k plus 1th ടേം എഴുതണം. ഈ k ഉള്ള സ്ഥലത്ത് k plus 1 കൊടുക്കാം. 2 into k plus 1 minus 1. 2 into k plus 1. k plus 1ൻ്റെ ബ്രാക്കറ്റ് ഇടണം. 2 into k plus 1 plus 1. Now take first k terms together. This is LHS of P of k. Replace this LHS by its RHS. So k into 4k square plus 6k minus 1 divided by 3. ഇനി ബ്രാക്കറ്റിന് പുറത്തുള്ള ടേംസ് എഴുതണം. 2 into k plus 1 that is 2k plus 2. പിന്നെ ഒരു മൈനസ് 1 ഉണ്ട്. 2k plus 2 minus 1 that is 2k plus 1. ഇവിടെ 2 into k then 2 into 2 plus 1 that is 2k plus 3. Now here denominator is 1, take denominator 3. ഫസ്റ്റ് ടേമിൽ ഡിനോമിനേറ്റർ 3 ആണ്. അപ്പോൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ ഡിനോമിനേറ്റർ 3 എടുക്കണം. k into 4k square plus 6k minus 1. So second term into 3. 3 into 2k plus 1, 2k plus 3 whole divided by 3. അത് ഞാനിവിടെ 1 by 3 ആയിട്ട് എഴുതുവാണ്. whole divided by 3 ഉണ്ട്. that is into 1 by 3. So this is equal to 1 by 3. ഇനി ഇതിനെ ഈ ബ്രാക്കറ്റിനെ സിംപ്ലിഫൈ ചെയ്യണം. k into 4k square that is 4k cube. k into 6k that is 6k square. k into minus 1 minus k plus 3 into നമുക്ക് ഈ ബ്രാക്കറ്റ് ആദ്യം ഓപ്പൺ ചെയ്യാം. 2k into 2k 4k square. 2k into 3 that is 6k. Then 1 into 2k 2k. 1 into 3 plus 3. That is equal to 1 by 3 4k cube plus 6k square minus k. ഇനി 3 കൊണ്ട് ബ്രാക്കറ്റിനകത്തിരിക്കുന്ന ടേംസിനെ മൾട്ടിപ്ലൈ ചെയ്യണം. 3 into 4 12k square. Here 2k, here 6k plus 2k is 8k. 8 into 3 is 24k. Then 3 into 3 9. So this is equal to 1 by 3 4k cube
6k square plus 12k square, that is 18k square, minus k plus 24k, that is equal to 23k plus 9. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനെ പി ഓഫ് എന്നിൻ്റെ ആർ എച്ച് എസിൽ എന്താണെന്ന് ഇരിക്കുന്നത് ആ ഫോമിലേക്ക് കൊണ്ടുവരണം. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് പി ഓഫ് എന്നിൻ്റെ ആർ എച്ച് എസ് ഇരിക്കുന്നത് n ഇൻറ്റു 4n സ്ക്വയർ പ്ലസ് 6n മൈനസ് 1 ഡിവൈഡ് ബൈ 3 ഈ ഫോമിലേക്ക് നമ്മൾ പി ഓഫ് കെ പ്ലസ് വണ്ണിൻ്റെ ആർ എച്ച് എസിനെ കൊണ്ടുവരണം. ഇപ്പോൾ നമുക്ക് പി ഓഫ് കെ പ്ലസ് വണ്ണ് കിട്ടിയിരിക്കുന്നത് തൊട്ട് മുന്നേ നമ്മൾ കണ്ടുപിടിച്ചു. പി ഓഫ് കെ പ്ലസ് വണ്ണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 4k ക്യൂബ് പ്ലസ് 18k സ്ക്വയർ പ്ലസ് 23k പ്ലസ് 9 ഡിവൈഡഡ് ബൈ 3 ഇങ്ങനെയാണ് നമുക്ക് പി ഓഫ് കെ പ്ലസ് വണ്ണ് കിട്ടിയിരിക്കുന്നത്. 4k ക്യൂബ് പ്ലസ് 18k സ്ക്വയർ പ്ലസ് 23k പ്ലസ് 9 ഡിവൈഡ് ബൈ 3. അതിനെ നമുക്ക് കൊണ്ടുവരേണ്ടത് ഈ ഫോമിലേക്കാണ്. കെ പ്ലസ് 1 ഇൻറ്റു 4 ഇൻറ്റു കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 6 ഇൻറ്റു കെ പ്ലസ് 1 മൈനസ് 1 ആ ഫോമിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ നമ്മളൊരു n, അതായത് കെ പ്ലസ് 1 കോമൺ ആയിട്ട് പുറത്ത് വെക്കണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഈ 1/3 ഇവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. 4k ക്യൂബ് 18k സ്ക്വയറിനെ 4k സ്ക്വയർ പ്ലസ് 14k സ്ക്വയർ എന്ന് എഴുതണം. ഈ കോൺസ്റ്റൻറ്റ് നോക്കിയിട്ട് വേണം ഇവിടെ ഇതുപോലെ എടുക്കാൻ. ഇവിടെ 4 ഉള്ളതുകൊണ്ട് ഇവിടെയും 4 എടുക്കാം. ഇനി ഇവിടെ 14k സ്ക്വയർ ഉണ്ട്. 23kനെ 14k പ്ലസ് 9k ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. 14 പ്ലസ് 9 is 23. ഇതുപോലെ ടേംസിനെ സ്പ്ലിറ്റ് ചെയ്യാം. നൗ ടേക്ക് 4k സ്ക്വയർ ഫ്രം ഫസ്റ്റ് 2 ടേംസ്. 4k square, remaining terms are k plus 1. Now from second 2 terms we have to take 14k outside. So remaining terms k plus 1. Now combine these 2 terms, take 9 outside, k plus 1. ഇപ്പോൾ എല്ലാ ടേംസിലും k plus 1 കോമൺ ആണ്. ഇപ്പോൾ k plus 1 നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് വെക്കാം. So remaining terms are 4k square plus 14k plus 9. Remaining terms are 4k square plus 14k plus 9. ഇനി ഈ ബ്രാക്കറ്റിനെ നമുക്ക് ഇതുപോലെ കൊണ്ടുവരണം. 4n സ്ക്വയർ പ്ലസ് 6n മൈനസ് 1. എന്നിൻ്റെ സ്ഥലത്ത് k പ്ലസ് 1 ഉണ്ടാകും. അതായത് നമുക്ക് ആദ്യം വരേണ്ട ടേം 4 ഇൻറ്റു കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ ആണ്. അതായത് 4 ഇൻറ്റു കെ സ്ക്വയർ പ്ലസ് 2k പ്ലസ് 1, ദാറ്റ് ഈസ് 4k സ്ക്വയർ പ്ലസ് 8k പ്ലസ് 4. ഈ ടേംസ് ആണ് നമുക്ക് ആദ്യം നമ്മൾ എടുക്കേണ്ടത്. അതായത് 1/3k പ്ലസ് 1 ഇവിടെ വെച്ചിട്ട് ഈ ബ്രാക്കറ്റിനെ നമ്മൾ 4k സ്ക്വയർ 14kനെ 8k ഇവിടെ എടുക്കാം. ഈ 9ൽ നിന്നും ഒരു 4 ഇവിടെ എടുക്കാം. ഇപ്പോൾ 14kയിൽ നിന്ന് 8k പോയപ്പോൾ ഇവിടെ റിമൈനിങ് 6k. ഇവിടുന്ന് 9ൽ നിന്ന് 4 എടുത്തു, അവിടെ റിമൈനിങ് ടേം 5. ഓക്കെ, 9 is equal to 4 plus 5. ടേംസ് ഇതുപോലെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. 14k is 8k plus 6k. 9 is 4 plus 5. ഇതൊന്ന് സൈഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അങ്ങനെ നമ്മളത് സ്പ്ലിറ്റ് ചെയ്യേണ്ടതെന്ന്. 1/3k plus 1. So first 3 terms is 4 into k plus 1 whole square. നമ്മളിവിടെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട് 4 into k plus 1 whole square. ഇനി ബാക്കി വരുന്ന ടേംസിനെ, അതായത് 6k അതുപോലെ എഴുതാം. ഈ 6നെ ഈ 5നെ 6 minus 1 ആയിട്ട് എഴുതണം. 5 is equal to 6 minus 1. So this is 1/3k plus 1 4 into k plus 1 whole square. ഇനി ഈ രണ്ട് ടേംസിൽ നിന്ന് 6 കോമൺ ആയിട്ട് പുറത്ത് വെക്കുക. 6 into k plus 1 minus 1. So this is equal to k plus 1 4 into k plus 1 whole square plus 6 into k plus 1 minus 1 divided by 3. ഇപ്പോൾ നമുക്ക് പി ഓഫ് എന്നിൻ്റെ ഈ പോലെ ഇരിക്കുന്ന ആർ എച്ച് എസ് കിട്ടി. ഇതിൽ ഈ എന്നിന് പകരം k plus 1 കൊടുത്താൽ k plus 1 4 into k plus 1 whole square plus 6 into k plus 1 minus 1 whole divided by 3 എന്ന് കിട്ടും. So P of k plus 1 is true. P of k plus 1 is true. Hence, by principle of mathematical induction, P of n is true
P of n is true for all n. N belongs to n. Now problem 8. Prove that 1 into 2 plus 2 into 2 square plus 3 into 2 cube plus etc. n into 2 raised to n equal to n minus 1 2 raised to n plus 1 plus 2. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ പി ഓഫ് എൻ ആയിട്ട് എടുക്കാം. 1 ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു 2 സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 2 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് എൻ ഇൻറ്റു 2 റേസ് ടു എൻ ഈക്വൽ ടു എൻ മൈനസ് 1 2 റേസ് ടു എൻ പ്ലസ് 1 പ്ലസ് 2. Now step 1. Consider P of 1. Find LHS and RHS. LHSൽ ഫസ്റ്റ് ടേം മാത്രമേ ഉണ്ടാകൂ. 1 ഇൻറ്റു 2 വിച്ച് ഈസ് 2. RHS കണ്ടുപിടിക്കാൻ n ഈക്വൽ ടു 1 എന്ന് കൊടുക്കണം. P of n-ൻ്റെ RHSൽ n ഈക്വൽ ടു 1. സോ 1 മൈനസ് 1 2 റേസ് ടു 1 പ്ലസ് 1 പ്ലസ് 2. n 1 minus 1 0. So first term 0. 0 plus 2 is 2. So LHS equal to RHS. LHS equal to RHS. Therefore P of 1 is true. P of 1 is true. Now step 2. Assume P of k is true. Assume P of k is true. Then write the statement of P of k. P of k is 1 into 2 plus 2 into 2 square 3 into 2 cube plus etc. plus n into 2 raised to n ആണ് അവിടെ ഇരിക്കുന്നത്. n-ന് പകരം k കൊടുക്കണം. k into 2 raised to k equal to k minus 1 2 raised to k plus 1 plus 2. P of n-ൽ n-ന് പകരം k എഴുതി കഴിഞ്ഞാൽ P of k കിട്ടും. ഇനി നമ്മൾ P of k plus 1 എഴുതണം. P of k plus 1-ൻ്റെ LHS 1 into 2 plus 2 into 2 square plus 3 into 2 cube etc. kth ടേം എഴുതാം. അതിനുശേഷം k plus 1th ടേം എഴുതണം. k ഉള്ള സ്ഥലത്ത് k plus 1 എഴുതി കഴിഞ്ഞാൽ k plus 1th ടേം കിട്ടും. അപ്പോൾ നമ്മൾ P of k plus 1 എഴുതുന്ന സമയത്ത് kth ടേം എഴുതണം, k plus 1th ടേമും എഴുതണം. Now combine first k terms together. This is LHS of P of k. Replace this LHS by RHS. RHS is k minus 1 2 raised to k plus 1 plus 2. Then write k plus 1th term. K plus 1 2 raised to k plus 1. Now this is equal to k minus 1 2 raised to k plus 1 k plus 1 2 raised to k plus 1 പ്ലസ് 2. ആ 2-നെ കൊണ്ടുവന്നിട്ട് ലാസ്റ്റ് എഴുതി. 2 റേസ് ടു കെ പ്ലസ് 1 ഇരിക്കുന്ന ടേംസ് 2 ടേംസ് ഉണ്ട്. ആ 2 ടേംസിനെ അടുത്തടുത്ത് എഴുതി. 2 ആ കോൺസ്റ്റൻറ്റ് 2 ഉണ്ടായിരുന്നത് അവസാനം കൊണ്ടുപോയിട്ട് എഴുതി. ഇനി ആദ്യത്തെ 2 ടേംസിൽ നിന്നും 2 റേസ് ടു കെ പ്ലസ് 1 കോമൺ ആയിട്ട് പുറത്തു വെക്കണം. കെ മൈനസ് 1 പ്ലസ് കെ പ്ലസ് 1 ബ്രാക്കറ്റിൻ്റെ അകത്ത് ഇവിടെ കെ മൈനസ് 1 ഉണ്ടാകും, ഇവിടെ കെ പ്ലസ് 1. അതുകൊണ്ട് കെ മൈനസ് 1 പ്ലസ് കെ പ്ലസ് 1 വരും. പിന്നെ പ്ലസ് 2 അവസാനം എഴുതാം. സോ ദിസ് ഇസ് ഈക്വൽ ടു 2 റേസ് ടു കെ പ്ലസ് 1. ഇനി മൈനസ് 1 പ്ലസ് 1 ക്യാൻസൽ ചെയ്ത് പോകും. കെ പ്ലസ് കെ 2 ഇൻറ്റു കെ എന്ന് വരും 2. സോ ദിസ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ദിസ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ഇവിടെ 2 റേസ് ടു കെ പ്ലസ് 1 ഉണ്ട്, 2 റേസ് ടു 1 ഉണ്ട്. എക്സ് റേസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു എൻ ഇസ് എക്സ് റേസ് ടു എം പ്ലസ് എൻ. ഇവിടെ ബേസ് സെയിം ആണ്, ഇവിടെ 2 ആണ്, ഇവിടെയും 2 ആണ്. So that is 2 raised to k plus 1 plus 1 plus 2. ഓക്കെ, ഇതിനെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം. ഈ കെനെ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ എഴുതാം. k plus 1 minus 1 2 raised to k plus 1 plus 1 plus 2. അതായത് നമ്മുടെ P of n-ൻ്റെ RHS ഇരിക്കുന്നത് n minus 1 2 raised to n plus 1 plus 2. ആ ഫോമിലേക്ക് ഇപ്പോൾ നമ്മൾ എത്തി. n-ലെ സ്ഥലത്ത് k plus 1 കൊടുത്താൽ k plus 1 minus 1 2 raised to k plus 1 plus 1 plus 2. Okay, so P of k plus 1 is true. P of k plus 1 is true. Hence, by principle of mathematical induction, P of n is true for all n belongs to n.
prove that 1 by 2 plus 1 by 4 plus 1 by 8 plus etc. plus 1 by 2 raised to n equal to 1 minus 1 by 2 raised to n. Now take the given statement as P of n. P of n such that 1 by 2 plus 1 by 4 plus 1 by 8 plus etc. plus 1 by 2 raised to n equal to 1 minus 1 by 2 raised to n. Now step 1, P of 1. Consider P of 1, LHS equal to 1 by 2, RHS put n equal to 1, 1 minus 1 by 2 raised to 1, that is 1 by 2, 1 minus 1 by 2 is 1 by 2. So LHS equal to RHS. Therefore P of 1 is true. Now step 2, assume P of k is true. Assume P of k is true. Now what is P of k? P of k is 1 by 2 plus 1 by 4 plus 1 by 8 plus etc. plus 1 by 2 raised to k. എന്നുള്ള സ്ഥലത്ത് k എഴുതണം. 1 minus 1 by 2 raised to k. Now consider P of k plus 1. 1 by 2 plus 1 by 4, 1 by 8 plus etc. Kth term is 1 by 2 raised to k. K plus 1th term is 1 by 2 raised to k plus 1. Okay, k illa സ്ഥലത്ത് k plus 1 എഴുതി കഴിഞ്ഞാൽ k plus 1th term കിട്ടും. Now combine first k terms. Combine first k terms together, which is LHS of P of k. Replace this LHS by its RHS. 1 minus 1 by 2 raised to k. പിന്നെ k plus 1th term 1 by 2 raised to k plus 1. Now this is equal to 1 minus, നമുക്ക് ആ മൈനസ് സൈൻ ആദ്യം പുറത്തേക്ക് വെക്കാം. 1 മൈനസ് അവസാനത്തെ രണ്ട് ടേംസിൽ നിന്നും മൈനസ് സൈൻ പുറത്തേക്ക് വെച്ചു. അപ്പോൾ നമുക്ക് ടേംസ് ഇതുപോലെയാണ് കിട്ടുന്നത്. ഈ മൈനസിലത് ബ്രാക്കറ്റിന് പുറത്ത് വെച്ചു. സോ ഇൻസൈഡ് ബ്രാക്കറ്റ് 1 by 2 raised to k. ഈ പ്ലസ്സിലത് മൈനസ് ആയിട്ട് വരും. മൈനസ് ഇൻറ്റു മൈനസ് ആണ് ഇവിടെ പ്ലസ് ആയിട്ട് കിട്ടുന്നത്. So it is equal to 1 minus 1 by 2 raised to k minus 1 by 2 raised to k into 2 raised to 1. 2 raised to k plus 1 is 2 raised to k into 2 raised to 1. 2 raised to 1 is 2. So this is 1 minus 1 by 2 raised to k minus 1 by 2 raised to k into 1 by 2. 1 by 2 raised to k into 2 ആണ്. അത് നമുക്ക് 1 by 2 raised to k into 1 by 2 എഴുതാം. So 1 minus, now we can take 1 by 2 raised to k outside. ഇവിടെ 1 by 2 raised to k ഉണ്ട്, ഇവിടെയും 1 by 2 raised to k ഉണ്ട്. So we can take 1 by 2 raised to k outside. ഈ ടേം ബ്രാക്കറ്റിന് പുറത്ത് പോകുമ്പോൾ അവിടെ 1 ഉണ്ടാകും. ഈ ടേം പുറത്തേക്ക് പോകുമ്പോൾ അവിടെ 1 by 2. 1 minus 1 by 2. 1 minus half is half. So that is 1 minus 1 by 2 raised to k into 1 by 2. That is 1 minus 1 by 2 raised to k into 2 raised to 1 is 2 raised to k plus 1. 2 raised to k plus 1. Okay, 2 raised to k into 2 raised to 1 is 2 raised to k plus 1. ഇനി നമ്മുടെ P of n-ൻ്റെ RHS ഒന്ന് നോക്കിയേ. 1 minus 1 by 2 raised to n ആണ്. ആ n-ന് പകരം k plus 1 കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് 1 minus 1 by 2 raised to k plus 1. So P of k plus 1 is true. Hence, by principle of mathematical induction, P of n is true for all n belongs to n. Now problem 10, prove that 1 by 2 into 5 plus 1 by 5 into 8 plus 1 by 8 into 11 plus etc. plus 1 by 3n minus 1 into 3n plus 2 equal to n divided by 6n plus 4. അപ്പോൾ നമ്മൾ ആൻസർ എഴുതുന്ന സമയത്ത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ പി ഓഫ് എൻ ആയിട്ട് എടുക്കണം. എല്ലാവരും നോട്ട്സിൽ ഇപ്പോൾ തന്നെ ആൻസർ എഴുതിക്കൊള്ളൂ. ക്ലാസ് കേൾക്കുന്ന സമയത്ത് തന്നെ ആൻസർ എഴുതണം. പിന്നീട് അതൊന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്നിട്ട് സമയം ലാഭിക്കാം. അപ്പോൾ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ടത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ പി ഓഫ് എൻ ആയിട്ട് എടുക്കണം. നൗ സ്റ്റെപ്പ് 1, കൺസിഡർ പി ഓഫ് 1. We have to find LHS and RHS of P of 1. Now to find LHS, write the first term. LHSൽ ഒറ്റൊരു ടേം ഉണ്ടാവും, കാരണം P of 1 ആണ്, ഒരു ടേം മാത്രം. P of n-ൽ n ടേംസ്, P of 1-ൽ ഒറ്റൊരു ടേം. Now 1 by 2 into 5 is 2 into 5 is 10.
So answer is 1 by 10. LHS is 1 by 10. Now to find RHS, put n equal to 1 in RHS of P of n. P of n ന്റെ RHS ൽ n ഉള്ള സ്ഥലത്ത് 1 കൊടുക്കണം. ഓക്കെ, ഈ n ന് 1 കൊടുക്കണം. 1 divided by 6 into 1 plus 4, that is 1 divided by 6 into 1 is 6. So 6 plus 4, which is equal to 1 by 10. So we have LHS equal to RHS. LHS equal to RHS. So P of 1 is true. P of 1 is true. ഇതാണ് step 1. ഇനി നമ്മൾ step 2 ചെയ്യണം. Step 2 ൽ നമ്മൾ ചെയ്യേണ്ടത്, we have to assume P of k is true. Step 2, assume P of k is true. P of k true എന്ന് assume ചെയ്തിട്ട് P of k plus 1 true എന്ന് നമ്മൾ prove ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ P of k എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എഴുതണം. റീപ്ലേസ് n by k. P of n ലെ n ന് പകരം k എഴുതി കഴിഞ്ഞാൽ P of k കിട്ടും. 5 into 8, 1 by 8 into 11 plus etc. plus nth term 1 by 3n minus 1 into 3n plus 2 ആണ്. n ഉള്ള സ്ഥലത്ത് k എഴുതണം. 3n minus 1 ന് പകരം നമ്മൾ എഴുതേണ്ടത് 3k minus 1, 3k plus 2. പിന്നെ RHSും കൂടി എഴുതാം. k divided by 6k plus 4. ഇതാണ് P of k. ഇനി നമ്മൾ എഴുതേണ്ടത് P of k plus 1. തൊട്ട് നെക്സ്റ്റ് വരുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്. n പകരം k plus 1 കൊടുക്കണം. 2 into 5. ഇത് പ്രൊഡക്റ്റ് ആണ്. 2 into 5, 5 into 8 plus 1 by 8 into 11 എക്സെട്രാ. kth ടേം നമ്മൾ ആദ്യം എഴുതണം. ഈ kth ടേം തൊട്ട് മുന്നേ ഇരിക്കുന്ന ലൈൻ അത് മൊത്തം അതുപോലെ എഴുതാം. അതിനുശേഷം k plus 1th ടേം എഴുതണം. അതായത് ഈ k ഉള്ള സ്ഥലത്ത് k plus 1 കൊടുത്താൽ മതി. 3 into k plus 1 minus 1, 3 into k plus 1 plus 2. k ഉള്ള സ്ഥലത്ത് k plus 1 കൊടുത്താൽ k plus 1th ടേം കിട്ടും. Now combine first k terms, which is LHS of P of k. Replace this LHS by RHS. ഈ മൊത്തം ബ്രാക്കറ്റിന് പകരം നമുക്ക് k divided by 6k plus 4 എന്ന് എഴുതാം. ഓക്കെ, LHSന് പകരം RHS എഴുതാം. കാരണം അത് രണ്ടും ഈക്വൽ ആണ് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ LHSന് പകരം RHS അവിടെ എഴുതണം. അതിനുശേഷം ബ്രാക്കറ്റിൻ്റെ പുറത്തുള്ള ടേമിനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതണം. ഇവിടെ ബ്രാക്കറ്റിന് പുറത്ത് ഇവിടെ 3 ഉണ്ട്. 3k plus 3 minus 1. 3k plus 3 minus 1. 3 minus 1 is 2. So it's 3k plus 2. അപ്പോൾ അവിടുത്തെ ഫസ്റ്റ് ടേം 3k plus 2 വരും. അടുത്ത ടേം 3k plus 3 plus 2 ഉണ്ട്. അപ്പോൾ 3 plus 2 5 എന്ന് വരും. സെക്കൻഡ് ടേം 3k plus 5 എന്ന് വന്നു. ഇങ്ങനെയാണ് ടേംസ് വരുന്നത്. ടേംസ് ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതണം. 3k plus 3 minus 1. 3 minus 1 is 2. 3k plus 3 plus 2. 3 plus 2 is 5. അങ്ങനെയാണ് ടേംസ് വരുന്നത്. ഇനി ഞാൻ ആദ്യത്തെ ടേമിനെ ഇവിടെ 6k plus 4 ഉണ്ട്. അവിടെ നിന്നൊരു 2 കോമൺ ആയിട്ട് വെക്കാം. ഇത് 2 into 3 ആണ്. 4 എന്ന് പറയുമ്പോൾ 2 into 2 ആണ്. So we can take 2 outside. So we get 3k plus 2. 6k is 2 into 3 into k. 4 is 2 into 2. So taking 2 outside, remaining terms are 3k plus 2. Now second term 1 divided by 3k plus 2 into 3k plus 5. Now take 1 by 3k plus 2 outside. അപ്പോൾ ഇവിടെയും 3k plus 2 ഉണ്ട്, ഇവിടെയും 3k plus 2 ഉണ്ട്, which is a common term. So we can take 1 by 3k plus 2 outside. ഇനി ബ്രാക്കറ്റിൻ്റെ അകത്ത് ഏതൊക്കെ ടേംസ് വരും അതവിടെ ബ്രാക്കറ്റിൻ്റെ അകത്ത് എഴുതണം. ഓക്കെ, ബ്രാക്കറ്റിൻ്റെ അകത്ത് ഫസ്റ്റ് ടേമിൽ k by 2 ഉണ്ടാകും. 3k plus 2 പുറത്ത് പോയപ്പോൾ അവിടെ പിന്നെ ബാക്കി ഉണ്ടാവുക k by 2. സെക്കൻഡ് ടേമിൽ എന്താ ഉണ്ടാവുക? 3k plus 5 ഉണ്ടാകും. സെക്കൻഡ് ടേമിൽ 3k plus 5. ഇനി നമ്മൾ ചെയ്യേണ്ടത് 1 by 3k plus 2 ഇതിവിടെ തന്നെ വെച്ചിട്ട് ഇവിടെ ഡിനോമിനേറ്റർ 2 into 3k plus 5 എടുക്കണം. ഓക്കെ, ഈ രണ്ടിൻ്റെ പ്രൊഡക്റ്റ് 2 into 3k plus 5. എന്നിട്ട് ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. k into 3k plus 5 എന്ന് വരും, പ്ലസ് 1 into 2 എന്ന് വരും. ഡിനോമിനേറ്റർ 2 into 3k plus 5 എടുക്കണമെങ്കിൽ ഫസ്റ്റ് ടേമിനെ 3k plus 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, സെക്കൻഡ് ടേമിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് ചെയ്തത്, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. k into 3k plus 5
plus 1 into 2. So that is equal to 1 divided by 3k plus 2. In a numerator, ഇവിടെ k into 3k plus 5 ആണുള്ളത്. K into 3k is 3k square. Then k into 5 is 5k. Then plus 1 into 2 is 2. Divided by 2 into 3k plus 5. 2 into 3k plus 5. ഇനി നമ്മളൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പി ഓഫ് എന്നിൻ്റെ ആർ എച്ച് എസിൽ വരുന്ന ടേംസ് എന്താണെന്ന് നോക്കാം. അത് ഇരിക്കുന്നത് n ഡിവൈഡഡ് ബൈ 6n പ്ലസ് 4. ഇതാണ് പി ഓഫ് എന്നിൻ്റെ ആർ എച്ച് എസിലുള്ളത്. അപ്പോൾ ഇവിടെ ഒരു n ഉണ്ട്. അതായത് പി ഓഫ് കെ പ്ലസ് 1ൽ നമുക്ക് ന്യൂമറേറ്ററിൽ ഒരു കെ പ്ലസ് 1 ഉണ്ടാവണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഡിനോമിനേറ്റർ ഇതുപോലെ എഴുതാം. ഈ ന്യൂമറേറ്ററിനെ, ഈ ബ്രാക്കറ്റിനെ നമ്മൾ കെ പ്ലസ് 1 കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുന്ന പോലെ സ്പ്ലിറ്റ് ചെയ്യണം. അതിന് വളരെ എളുപ്പമാണത്. ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ 5kനെ നമ്മൾ 2 ടേംസ് ആയിട്ട് എഴുതണം. 3k പ്ലസ് 2k ആയിട്ട് എഴുതണം. ഈ 3k എഴുതുന്നത് തൊട്ട് മുന്നേ വരുന്ന ടേമിൻ്റെ കോയിഫിഷ്യൻ്റ് നോക്കിയിട്ടാണ്. തൊട്ട് മുന്നേ 3k സ്ക്വയർ ഉണ്ട്, അവിടെ കോയിഫിഷ്യൻ്റ് 3 ആണ്. അപ്പോൾ നമ്മൾ 5kനെ 3k എടുക്കണം. ബാക്കി വരുന്ന ടേം 2k അത് അവിടെ എഴുതാം. പിന്നെ ലാസ്റ്റ് ഒരു ടേം ഉണ്ട് 2 എഴുതണം. ഇതുപോലെയാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. തൊട്ട് മുന്നേ വരുന്ന ടേം നോക്കിയിട്ട് വേണം സ്പ്ലിറ്റ് ചെയ്യാൻ. സോ ദിസ് ഇസ് ഈക്വൽ ടു, നൗ കമ്പൈൻ ദിസ് ഫസ്റ്റ് 2 ടേംസ് 3k സ്ക്വയർ പ്ലസ് 3k. ഫ്രം ദോസ് 2 ടേംസ് ടേക്ക് 3k ഔട്ട്സൈഡ്. റിമൈനിങ് ടേംസ് ആർ k പ്ലസ് 1. ഇവിടുന്ന് 3k എടുക്കണം, ഇവിടുന്ന് 3k എടുക്കണം. ഇവിടെ k സ്ക്വയർ ഉള്ളത് കൊണ്ട് ഒരു k അവിടെ ബ്രാക്കറ്റിൻ്റെ അകത്ത് വരും. 3k മൊത്തത്തിൽ ബ്രാക്കറ്റിന് പുറത്തു പോകുമ്പോൾ അവിടെ 1 ആണ് ഉണ്ടാവുക. ഇനി അവസാനത്തെ 2 ടേമിന്ന് 2 ആണ് കോമൺ ആയിട്ട് പുറത്ത് വെക്കേണ്ടത്. 2k പ്ലസ് 2 ഉണ്ട്, ടേക്ക് 2 ഔട്ട്സൈഡ്. സോ 2 ഇൻറ്റു k പ്ലസ് 1 വരും. ഡിനോമിനേറ്ററിൽ 3k പ്ലസ് 2, 3k പ്ലസ് 5, ഇത് 5 ആണ്. 3k പ്ലസ് 5, 3k പ്ലസ് 2, പിന്നെ ഒരു 2ഉം കൂടി ഉണ്ടായിരുന്നു. ഈ 2ഉം കൂടി ഇവിടെ ഉണ്ട്. 2 ഇൻറ്റു 3k പ്ലസ് 5, ഒരു 2ഉം കൂടി ഉണ്ട് അവിടെ. ഇനി നോക്കി, നമുക്ക് ന്യൂമറേറ്ററിൽ ഈ k പ്ലസ് 1 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. സോ വി ഗെറ്റ് k പ്ലസ് 1. റിമൈനിങ് ടേംസ് ആർ 3k പ്ലസ് 2. k പ്ലസ് 1 പുറത്തേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു 3k, ഈ 3k ഉണ്ട്, പിന്നെ ഈ 2 ഉണ്ട്. 3k പ്ലസ് 2 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ഒരു 3k പ്ലസ് 2 ഉണ്ട്, പിന്നെ ഒരു 2 ഉണ്ട്, പിന്നെ ഒരു 3k പ്ലസ് 5 ഉണ്ട്. ഇനി ഇവിടെ നോക്കിയേ, ഈ 3k പ്ലസ് 2ഉം ഇവിടെ ഇരിക്കുന്ന 3k പ്ലസ് 2 ക്യാൻസൽ ചെയ്ത് പോകും. k പ്ലസ് 1 ഉണ്ടാകും. ഡിനോമിനേറ്ററിൽ 2 ഇൻറ്റു 3k പ്ലസ് 5 ഉണ്ട്. 2 ഇൻറ്റു 3k പ്ലസ് 5, 2 ഇൻറ്റു 3k 6k, 2 ഇൻറ്റു 5 is 10. ഓക്കെ, 2 ഇൻറ്റു 3k പ്ലസ് 5, 2 ഇൻറ്റു 3k 6k, 2 ഇൻറ്റു 5 is 10. ആയില്ല, ഒരു ചെറിയ സ്റ്റെപ്പും കൂടി നമ്മൾ ചെയ്യാനുണ്ട്. ഈ 6k പ്ലസ് 10നെ, ഈ 10നെ 6 പ്ലസ് 4 എന്ന് എടുക്കാം. 6k പ്ലസ് 6 പ്ലസ് 4 എന്ന് എടുക്കണം. ഇനി ഈ 2 ടേംസ് കമ്പൈൻ ചെയ്തിട്ട് അവിടുന്ന് 6 കോമൺ ആയിട്ട് പുറത്തേക്ക് വെക്കണം. അപ്പോൾ ഇതുപോലെ ടേംസ് വരും. 6k പ്ലസ് 10 ഉണ്ടായിരുന്നു. 6k പ്ലസ് 10നെ 6 ഇൻറ്റു k പ്ലസ് 1 പ്ലസ് 4 എന്ന് എഴുതാം. കാരണം എന്താ, 6 പ്ലസ് 4 10 തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നത്? ഈ ഫോമിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. n ഡിവൈഡഡ് ബൈ 6n പ്ലസ് 4, k പ്ലസ് 1 ഡിവൈഡ് ബൈ 6 ഇൻറ്റു k പ്ലസ് 1 പ്ലസ് 4, ആ ഫോമിലേക്ക് വരണം. ഓക്കെ, ഈ ഫോമിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? p ഓഫ് k പ്ലസ് 1 ഇസ് ട്രൂ. p ഓഫ് k പ്ലസ് 1 ഇസ് ട്രൂ. അപ്പോൾ നമ്മൾ p ഓഫ് k പ്ലസ് 1ൻ്റെ LHS വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അതിൻ്റെ RHSലേക്ക് നമ്മൾ ഇതുപോലെ സിംപ്ലിഫൈ ചെയ്തിട്ട് എത്തണം. ഓക്കെ, സോ p ഓഫ് k പ്ലസ് 1 ഇസ് ട്രൂ. ഇനി സ്റ്റെപ്പ് 3 നിങ്ങൾ തന്നെ എഴുതിക്കോളൂ. സ്റ്റെപ്പ് 3, ഹെൻസ് ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ p ഓഫ് n ഇസ് ട്രൂ ഫോർ ഓൾ n. ഓക്കെ, ഇങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. Now 11th one, prove that 1 by 1 into 2 into 3 plus 1 by 2 into 3 into 4 plus 1 by 3 into 4 into 5 plus etc. plus 1 by n into n plus 1 n plus 2 equal to n into n plus 3 divided by 4 into n plus 1 into n plus 2. അപ്പോൾ നമ്മൾ ആദ്യം ആൻസർ ചെയ്യുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ടത്
തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ പി ഓഫ് എൻ ആയിട്ട് എടുക്കണം. പി ഓഫ് എൻ സച്ച് ദാറ്റ് 1/1 into 2 into 3 plus 1 divided by 2 into 3 into 4 plus 1 divided by 3 into 4 into 5 plus etc. plus 1 divided by n into n plus 1 into n plus 2 equal to n into n plus 3 divided by 4 into n plus 1 into n plus 2. Now step 1, consider P of 1. Now find LHS. For LHS, write first term 1 into 2 into 3, which is 1 by 6. 1 into 2 into 3 is 6. So 1 by 6. To find RHS, put n equal to 1 in RHS of P of n. P of n in RHS n illa സ്ഥലത്ത് 1 കൊടുക്കണം. 1 into 1 plus 3 divided by 4 into 1 plus 1 into 1 plus 2. n illa സ്ഥലത്ത് 1 കൊടുക്കുക. So 1 into 1 plus 3 is 4. 1 into 4 is 4. 4 into 2 into 3. അപ്പോൾ 4 cancel ചെയ്ത് പോകും. 1 by 6 കിട്ടും. So LHS equal to RHS. So P of 1 is true. Okay, P of 1 is true. Now step 2. Step 2. Assume P of K is true. Assume P of K is true. Now write P of K. Replace n by K. P of n ile n ന് പകരം k എഴുതണം. 1 by 1 into 2 into 3 plus 1 divided by 2 into 3 into 4 plus 1 divided by 3 into 4 into 5 plus etc. plus 1 divided by k into k plus 1 into k plus 2. n ന് പകരം k എഴുതണം. Equal to k into k plus 3 divided by 4 into k plus 1 into k plus 2. ഇതാണ് നമ്മുടെ പി ഓഫ് കെ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് പി ഓഫ് കെ പ്ലസ് 1. ഇപ്പോൾ പി ഓഫ് കെ പ്ലസ് 1ൻ്റെ LHS മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ടേം എഴുതി, സെക്കൻഡ് ടേം എഴുതി, തേർഡ് ടേം 3 into 4 into 5 വന്നു. പിന്നെ നമ്മൾ kth ടേം എഴുതും. 1 divided by k into k plus 1 into k plus 2. ഇത് kth ടേം ആണ്. അപ്പോൾ നമ്മൾ kth ടേമും എഴുതണം, അതിനുശേഷം k plus 1th ടേമും എഴുതും. ഓക്കെ, ഇനി നമ്മൾ k plus 1th ടേം എഴുതണം. വളരെ ഈസിയാണ്. ഈ k ഉള്ള സ്ഥലത്ത് k plus 1 കൊടുത്താൽ മതി. kth ടേമിൽ k ഉണ്ടാകും, k plus 1th ടേമിൽ kക്ക് പകരം k plus 1 ഉണ്ടാകും. അല്ലെങ്കിൽ പി ഓഫ് എന്നിൻ്റെ nth ടേമിൽ n-ന് പകരം k plus 1 കൊടുത്താലും മതി. nth ടേമിൽ n-ന് പകരം k plus 1 കൊടുക്കണം. ഓക്കെ, അല്ലെങ്കിൽ kക്ക് പകരം k plus 1 കൊടുത്താലും മതി. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആലോചിക്കാം. k plus 1, k plus 1 plus 1, k plus 1 plus 2. അതാണ് k plus 1th ടേം. Now combine first k terms, which is LHS of P of K. P of Kയുടെ LHS ആണിത്. അതിന് പകരം അതിൻ്റെ RHS അവിടെ എഴുതണം. ബ്രാക്കറ്റിന് പകരം k into k plus 3 divided by 4 into k plus 1 into k plus 2. ബ്രാക്കറ്റ് പി ഓഫ് കെയുടെ LHS ആണ്. അതിന് പകരം അതിൻ്റെ RHS എഴുതി. അതിനുശേഷം ബ്രാക്കറ്റിന് പുറത്തൊരു ടേം ഉണ്ട്, k plus 1. k plus 1 plus 1 is k plus 2. k plus 1 plus 2 is k plus 3. ബ്രാക്കറ്റിന് പുറത്തിരിക്കുന്ന ടേംസ് എഴുതി. ഇനി നമ്മൾ ചെയ്യേണ്ടത് കോമൺ ടേംസ് പുറത്തേക്ക് വെക്കാം. ഏതൊക്കെയാ കോമൺ ടേംസ്? k plus 1 into k plus 2. ഓക്കെ, അപ്പോൾ ഈ k plus 1 into k plus 2 കോമൺ ആയിട്ട് പുറത്ത് വെക്കുമ്പോൾ റിമൈനിങ് ടേംസ് ഏതൊക്കെയാ പറഞ്ഞു നോക്കട്ടെ. ഏതാ റിമൈനിങ് ടേം? ഫസ്റ്റ് ടേമിൽ ഏതൊക്കെയാ ബ്രാക്കറ്റിൻ്റെ അകത്ത് ബാക്കി ഉണ്ടാവുക? ഫസ്റ്റ് ടേമിൽ k plus 1 k plus 2 പുറത്തേക്ക് വെച്ചു. അപ്പോൾ ഇവിടെ ബാക്കി എന്തൊക്കെയുണ്ട്? k plus 3 divided by 4 ഉണ്ടാകും. ഓക്കെ, k plus 1 k plus 2 മാത്രമേ പുറത്തു പോകുന്നുള്ളൂ, ബാക്കിയെല്ലാം അകത്തുണ്ട്. k plus 3 by 4 ഉണ്ടാകും. സെക്കൻഡ് ടേമിൽ ഏതാ ബാക്കി ഉണ്ടാവുക? സെക്കൻഡ് ടേമിൽ 1 divided by k plus 3. അപ്പോൾ ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് ഇവിടെ ഡിനോമിനേറ്റർ 4 ആണ്, ഇവിടെ ഡിനോമിനേറ്റർ k plus 3 ആണ്. അപ്പോൾ നമ്മൾ ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കേണ്ടത്, അത് സിംപ്ലിഫൈ ചെയ്യാൻ നമ്മൾ ഡിനോമിനേറ്റർ ആയിട്ട് എന്താ എടുക്കേണ്ടത്? ബ്രാക്കറ്റിൻ്റെ അകത്ത് ഡിനോമിനേറ്റർ എന്താണ് എടുക്കേണ്ടത്?
4 ഇൻറ്റു കെ പ്ലസ് 3 ആണ്. രണ്ട് ടേംസിൻ്റെ പ്രൊഡക്റ്റ് എടുക്കണം. ഇവിടെ 4 ഉണ്ട്, ഇവിടെ കെ പ്ലസ് 3 ഉണ്ട്. അതിൻ്റെ പ്രൊഡക്റ്റ് വേണം നമ്മൾ ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കാൻ. അപ്പോൾ ഈ ഫസ്റ്റ് ടേമിനെ ഈ കെ പ്ലസ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സെക്കൻഡ് ടേമിനെ ഈ 1നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് കെ ഇൻറ്റു കെ പ്ലസ് 3 ഇൻറ്റു കെ പ്ലസ് 3 ഇസ് കെ പ്ലസ് 3 ഹോൾ സ്ക്വയർ. കെ പ്ലസ് 3 ഇൻറ്റു കെ പ്ലസ് 3 ഇസ് കെ പ്ലസ് 3 ഹോൾ സ്ക്വയർ. 1 ഇൻറ്റു 4 ഇസ് 4. ഇങ്ങനെയാണ് ബ്രാക്കറ്റിൻ്റെ അകത്ത് കിട്ടുന്നത്. കെ ഇൻറ്റു കെ പ്ലസ് 3 ഡിനോമിനേറ്റർ എടുക്കണം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. So this is equal to 1 divided by k plus 1 into k plus 2. 1 divided by k plus 1 into k plus 2. ഇനി ബ്രാക്കറ്റിനകത്ത് k into k square plus 6k plus 9 plus 4 divided by 4 into k plus 3 എന്ന് വരും. Now this is equal to 1 divided by k plus 1 into k plus 2. ഇനി നോക്കിയേ, ഈ കെ സ്ക്വയർ പ്ലസ് 6k പ്ലസ് 9നെ ഈ പുറത്തിരിക്കുന്ന കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കെ ക്യൂ പ്ലസ് 6k സ്ക്വയർ പ്ലസ് 9k പ്ലസ് 4 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു കെ പ്ലസ് 3 എന്ന് വരും. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണേ. കെ കൊണ്ട് ബ്രാക്കറ്റിൻ്റെ അകത്തിരിക്കുന്ന ടേംസിനെ മൾട്ടിപ്ലൈ ചെയ്തു. കെ ഇൻറ്റു കെ സ്ക്വയർ ഇസ് കെ ക്യൂബ്, k into 6k 6k square, k into 9 is 9k. ഇങ്ങനെയാണ് വരിക. ഇനി നമുക്കിവിടെ ഒരു k പ്ലസ് 1 കോമൺ ആയിട്ട് വരണം. അതുകൊണ്ട് നമ്മൾ ഇവിടെ എടുക്കുന്നത് 1 ഡിവൈഡ് ബൈ കെ പ്ലസ് 1 കെ പ്ലസ് 2. ഇത് അതുപോലെ എഴുതി, അവിടെ മാറ്റമൊന്നുമില്ല. ഇനി ബ്രാക്കറ്റിൻ്റെ അകത്തിരിക്കുന്ന ടേംസിനെ കെ ക്യൂബ് ഉണ്ട്, പിന്നെ 6k സ്ക്വയറിനെ കെ സ്ക്വയർ പ്ലസ് 5k സ്ക്വയർ എന്ന് എഴുതണം. അത് എഴുതുന്നത് ഈ കെ ക്യൂ ഫസ്റ്റ് ടേമിൻ്റെ കോയിഫിഷ്യൻറ്റ് 1 ആണ്. അപ്പോൾ നമ്മളിവിടെ 1k സ്ക്വയർ എടുക്കണം. ബാക്കി വരുന്നത് 5k സ്ക്വയർ അതുപോലെ എഴുതാം. പിന്നെ ഈ 9kനെ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് 5k പ്ലസ് 4 ആയിട്ടാണ്. അവസാനത്തെ 5k പ്ലസ് 4k ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അവസാനത്തെ 4 അവിടെ എഴുതണം. 9kനെ 5k പ്ലസ് 4k ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ഈ 5 നോക്കിക്കൊണ്ട് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. ഇനി അതിൻ്റെ ഡിനോമിനേറ്ററിൽ രണ്ട് ടേംസ് ഉണ്ട്, 4 ഇൻറ്റു k plus 3 ഉണ്ട്. ഓക്കെ, now this is equal to 1 divided by k plus 1 into k plus 2. ഇനി ബ്രാക്കറ്റിൻ്റെ അകത്ത് രണ്ട് ടേംസ് കമ്പൈൻ ചെയ്തിട്ട് കോമൺ ടേംസ് പുറത്തേക്ക് എടുക്കണം. ആദ്യത്തെ രണ്ട് ടേംസ് എന്ന് കെ സ്ക്വയർ കോമൺ ആയിട്ട് പുറത്ത് വെക്കണം. കെ സ്ക്വയർ ഇൻറ്റു കെ പ്ലസ് 1 എന്ന് കിട്ടും. പിന്നെ വരുന്ന രണ്ട് ടേംസ് എന്ന് 5k കോമൺ ആയിട്ട് പുറത്ത് വെക്കണം. 5k ഇൻറ്റു കെ പ്ലസ് 1 എന്ന് കിട്ടും. ഇനി അവസാനം വരുന്ന ടേമിന് 4 കോമൺ ആയിട്ട് പുറത്തെടുക്കുക. 4 ഇൻറ്റു കെ പ്ലസ് 1 എന്ന് കിട്ടും. ഓക്കെ, ഇപ്പോൾ നോക്കിയേ, എല്ലാ ടേമിലും കെ പ്ലസ് 1 കോമൺ ആണ്. ഇപ്പോൾ നമുക്ക് കെ പ്ലസ് 1 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. ഫസ്റ്റ് ടേമിൽ കെ പ്ലസ് 1 ഉണ്ട്, സെക്കൻഡ് ടേമിൽ കെ പ്ലസ് 1 ഉണ്ട്, തേർഡ് ടേമിലും കെ പ്ലസ് 1 ഉണ്ട്. നൗ വി ക്യാൻ ടേക്ക് കെ പ്ലസ് 1 ഔട്ട്സൈഡ്. അപ്പോൾ അവിടെ ഡിനോമിനേറ്ററിൽ വരുന്ന ടേംസിനെ ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുവാണേ. ഡിനോമിനേറ്ററിൽ ഇരിക്കുന്ന ടേംസ് ഒരു 4 ഉണ്ട്, പിന്നെ ഒരു കെ പ്ലസ് 1 ഉണ്ട്, കെ പ്ലസ് 2 ഉണ്ട്, കെ പ്ലസ് 3 ഉണ്ട്. ഓക്കെ, ആ ടേംസിനൊക്കെ എഴുതി. ന്യൂമറേറ്ററിന് ഒരു കെ പ്ലസ് 1 നമ്മൾ കോമൺ ആയിട്ട് എടുക്കും. ബ്രാക്കറ്റിൻ്റെ അകത്ത് അന്നേരം വരുന്നത് ആദ്യത്തെ ടേമിൽ കെ സ്ക്വയർ ഉണ്ട്, പിന്നെ 5k ആണ് നമ്മൾ കോമൺ ആയിട്ട് എടുത്തത്, പിന്നെ 4 ആണ്. ഇത്രയും ടേംസ് ആണ് നമ്മൾ ബ്രാക്കറ്റിൻ്റെ അകത്ത് ഉണ്ടാവുക. ഇനി ഈ ന്യൂമറേറ്ററിൽ ഇരിക്കുന്ന കെ പ്ലസ് 1ഉം ഡിനോമിനേറ്ററിൽ ഇരിക്കുന്ന കെ പ്ലസ് 1നെ ഡിനോമിനേറ്ററിൽ ഇരിക്കുന്ന കെ പ്ലസ് 1നെ ക്യാൻസൽ ചെയ്യണം. സോ ദിസ് ഇസ് ഈക്വൽ ടു കെ സ്ക്വയർ പ്ലസ് 5k പ്ലസ് 4 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ കെ പ്ലസ് 1 ക്യാൻസൽ ചെയ്ത് പോകും. 4 ഇൻറ്റു കെ പ്ലസ് 2 ഇൻറ്റു കെ പ്ലസ് 3. ഇങ്ങനെയാണ് ടേംസ് വരുന്നത്. കെ സ്ക്വയർ പ്ലസ് 5k പ്ലസ് 4 ഡിവൈഡ് ബൈ 4 ഇൻറ്റു കെ പ്ലസ് 2 ഇൻറ്റു കെ പ്ലസ് 3. ഇനി നമ്മൾ ഒന്നും കൂടി നേരത്തെ ചെയ്ത പോലെ തന്നെ ന്യൂമറേറ്ററിനെ കെ സ്ക്വയർ 5kനെ കെ പ്ലസ് 4k എന്ന് എഴുതണം. ഓക്കെ, ഇവിടുത്തെ കോയിഫിഷ്യൻറ്റ് 1 ആയതുകൊണ്ട് ഇവിടെയും കോയിഫിഷ്യൻറ്റ് 1 വരുന്ന പോലെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. അങ്ങനെയാണ് ഓർക്കേണ്ടത്. നമുക്ക് കെ പ്ലസ് 1 കോമൺ ആയിട്ട് പുറത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ഫസ്റ്റ് ടേമിൻ്റെ കോയിഫിഷ്യൻറ്റ് ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് നോക്കുക. അത് ഇവിടെ 1 ആണ്. ഈ 1 വെച്ചിട്ട് വേണം ഇത് സ്പ്ലിറ്റ് ചെയ്യാൻ. 5kനെ 1k പ്ലസ് 4k എന്ന് എഴുതണം. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയത്. ഇനി ആദ്യത്തെ രണ്ട് ടേമിന് കെ പുറത്തേക്ക് വെക്കുക.
കെ പ്ലസ് വൺ എന്ന് കിട്ടും. അവസാനത്തെ രണ്ട് ടേമിന്ന് 4 പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെയും കെ പ്ലസ് വൺ കിട്ടും. ഡിനോമിനേറ്ററിൽ 4 ഇൻറ്റു കെ പ്ലസ് 2 ഇൻറ്റു കെ പ്ലസ് 3. നൗ ടേക്ക് കെ പ്ലസ് വൺ ഔട്ട്സൈഡ്. രണ്ട് ടേമിലും കെ പ്ലസ് വൺ ഉണ്ട്. കെ പ്ലസ് വൺ പുറത്തേക്ക് വെക്കുക. റിമൈനിങ് ടേം ഇസ് കെ പ്ലസ് 4. 4 ഇൻറ്റു കെ പ്ലസ് 2 ഇൻറ്റു കെ പ്ലസ് 3. ഓക്കെ, ഇങ്ങനെയാണ് വരിക. കെ പ്ലസ് 1 കെ പ്ലസ് 4 ഡിവൈഡ് ബൈ 4 ഇൻറ്റു കെ പ്ലസ് 2 ഇൻറ്റു കെ പ്ലസ് 3. നൗ ദിസ് ഇസ് ഈക്വൽ ടു, നമുക്കിതിനെ വേണമെങ്കിൽ ഇങ്ങനെയും എഴുതാം. കെ പ്ലസ് 1 കെ പ്ലസ് 1 കെ പ്ലസ് 1 പ്ലസ് 3. കെ പ്ലസ് 4നെ കെ പ്ലസ് 1 പ്ലസ് 3 എന്ന് എഴുതണം. ഡിനോമിനേറ്ററിൽ 4 ഇൻറ്റു കെ പ്ലസ് 1 പ്ലസ് 1 എന്ന് എഴുതണം. കെ പ്ലസ് 2വിനെ കെ പ്ലസ് 3നെ കെ പ്ലസ് 1 പ്ലസ് 2 എന്ന് എഴുതണം. നമ്മൾ എന്തിനാ ഇത് ഇങ്ങനെ എഴുതുന്നേ? പി ഓഫ് എന്നിൻ്റെ RHS ഇരിക്കുന്നത്, പി ഓഫ് എൻ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ RHS എന്തായിരിക്കുന്നത് നോക്കാം. RHS ഇരിക്കുന്നത് n ഇൻറ്റു എൻ പ്ലസ് 3 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു എൻ പ്ലസ് 1 ഇൻറ്റു എൻ പ്ലസ് 2. ആ ഫോമിലേക്ക് വരണം. n ഇല്ല സ്ഥലത്ത് കെ പ്ലസ് 1 കൊടുക്കുമ്പോൾ എന്താണോ അവിടെ കിട്ടുന്നേ അതുപോലെ ഇവിടെ വരണം. കെ പ്ലസ് 1 കെ പ്ലസ് 1 പ്ലസ് 3 ഡിവൈഡ് ബൈ 4 ഇൻറ്റു കെ പ്ലസ് 1 പ്ലസ് 1. ഇവിടെ എൻ പ്ലസ് 1 ഉണ്ട്, അപ്പോൾ കെ പ്ലസ് 1 പ്ലസ് 1 വരണം. പിന്നെ ഇവിടെ എൻ പ്ലസ് 2 ഉണ്ട്, അപ്പോൾ കെ പ്ലസ് 1 പ്ലസ് 2 വരണം. ആ ഫോമിലേക്ക് ഇത് എത്തി. സോ പി ഓഫ് കെ പ്ലസ് 1 ഇസ് ട്രൂ. പി ഓഫ് കെ പ്ലസ് 1 ഇസ് ട്രൂ. നൗ റൈറ്റ് സ്റ്റെപ്പ് 3. ഹെൻസ് ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പി ഓഫ് എൻ ഇസ് ട്രൂ ഫോർ ഓൾ എൻ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ പി ഓഫ് എൻ ആയിട്ട് എടുക്കാം. എ പ്ലസ് എ ആർ പ്ലസ് എ ആർ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എ ആർ റൈസ് ടു എൻ മൈനസ് 1 ഈക്വൽ ടു എ ഇൻറ്റു ആർ റൈസ് ടു എൻ മൈനസ് 1 ഡിവൈഡഡ് ബൈ ആർ മൈനസ് 1. നൗ സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 1 എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പി ഓഫ് 1 LHS കണ്ടുപിടിക്കണം. LHSൽ ഫസ്റ്റ് ടേം ഉണ്ടാകും. RHS കണ്ടുപിടിക്കാൻ n ഈക്വൽ ടു 1 കൊടുക്കണം. എ ഇൻറ്റു ആർ റൈസ് ടു 1 മൈനസ് 1 ഡിവൈഡഡ് ബൈ ആർ മൈനസ് 1. ദാറ്റ് ഇസ് എ ഇൻറ്റു ആർ മൈനസ് 1 ഡിവൈഡ് ബൈ ആർ മൈനസ് 1. ആർ മൈനസ് 1 ആർ മൈനസ് 1 ക്യാൻസൽ ചെയ്ത് പോകും, എ എന്ന് കിട്ടും. സോ LHS ഈക്വൽ ടു RHS. ഓക്കെ, LHS ഈക്വൽ ടു RHS. സോ പി ഓഫ് 1 ഇസ് ട്രൂ. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതെല്ലാവരും ചെയ്തിട്ടുണ്ടാകും. ഇത് വളരെ ഈസി സ്റ്റെപ്പാണ്. നൗ സ്റ്റെപ്പ് 2. അസ്യൂം പി ഓഫ് കെ ഇസ് ട്രൂ. Assume P of K is true. Okay, then we have to prove. Then we have to write P of K. Write the statement P of K. P of K is A plus AR plus AR square plus etc. plus A R raised to n minus 1 ആണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ P of n ൽ R raised to n minus 1. P of K എഴുതുമ്പോൾ a r raised to k minus 1. r ന്റെ പവർ k minus 1 വരും. RHS a into r raised to k minus 1 divided by r minus 1. ഇതാണ് P of k എന്ന് പറഞ്ഞിട്ട്. Now P of k plus 1. P of k plus 1 is a plus ar plus ar square plus etc. plus a r raised to k minus 1. ഇത് kth ടേം ആണ്. നെക്സ്റ്റ് നമ്മൾ എഴുതാൻ പോകുന്നത് k plus 1th ടേം ആണ്. That is a r raised to n minus 1 ആണ്. അവിടെ നമ്മൾ എഴുതേണ്ടത് k plus 1 minus 1 n minus 1. n ഇല്ല സ്ഥലത്ത് k plus 1 എഴുതണം. k plus 1 minus 1. Now combine first k terms which is LHS of P of k. Replace this LHS by RHS of P of k. RHS of P of k is a into r raised to k minus 1 divided by r minus 1. ഇതാണ് RHS. അതിനുശേഷം ബ്രാക്കറ്റിന് പുറത്തൊരു ടേം ഉണ്ട്. ബ്രാക്കറ്റിന്റെ പുറത്തിരിക്കുന്ന ടേം എഴുതണം. പ്ലസ് എ ആർ റൈസ് ടു കെ പ്ലസ് 1 മൈനസ് 1. 1 മൈനസ് 1 0. സോ ആർ റൈസ് ടു കെ. ഇനി നോക്കിയേ, ശ്രദ്ധിച്ച് കേൾക്കണേ. ഇവിടെ ഡിനോമിനേറ്റർ 1 ആണ്. ഓക്കെ, എ ആർ റൈസ് ടു കെ മാത്രമേ ഉള്ളൂ. അതിന്റെ ഡിനോമിനേറ്റർ 1 ആണ്. ഇവിടെ ഡിനോമിനേറ്റർ ആർ മൈനസ് 1 ഉണ്ട് ഫസ്റ്റ് ടേമിൽ. സോ വി ഹാവ് ടു ടേക്ക് ഡിനോമിനേറ്റർ 1 ഇൻറ്റു ആർ മൈനസ് 1. a into r raised to k minus 1 plus a into r minus 1 into r raised to k
ഡിവൈഡഡ് ബൈ ആർ മൈനസ് വൺ. ചെയ്തത് ഡിനോമിനേറ്റർ ആർ മൈനസ് വൺ ഇൻറ്റു വൺ ചെയ്തു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഫസ്റ്റ് ടേം ഇൻറ്റു വൺ ചെയ്യണം, സെക്കൻഡ് ടേം ഇൻറ്റു ആർ മൈനസ് വൺ ചെയ്യണം. ഡിനോമിനേറ്റർ ആർ മൈനസ് വൺ ഇൻറ്റു വൺ, അതായത് ആർ മൈനസ് വൺ എടുത്തു. ഇപ്പോൾ ഫസ്റ്റ് ടേമിൽ ആർ മൈനസ് വൺ ഉണ്ട്, ഇപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ഉണ്ട് 1 കൊണ്ടാണ്. സെക്കൻഡ് ടേമിന് ആർ മൈനസ് വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നൗ ദിസ് ഇസ് ഈക്വൽ ടു, ഇനി നമ്മൾ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ടേം എ ഇൻറ്റു ആർ റൈസ് ടു കെ മൈനസ് വൺ, ദറ്റ് ഇസ് എ ഇൻറ്റു ആർ റൈസ് ടു കെ മൈനസ് എ. ബ്രാക്കറ്റിൻ്റെ പുറത്തിരിക്കുന്ന എ കൊണ്ട് രണ്ട് ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഇവിടെ എ ഇൻറ്റു അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ഈ എനെ കോമൺ ആയിട്ട് പുറത്ത് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഒന്നെങ്കിൽ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടും ചെയ്യാം, അല്ലെങ്കിൽ എനെ കോമൺ ആയിട്ട് പുറത്ത് വെച്ചിട്ടും ചെയ്യാം. ഇവിടെ നെക്സ്റ്റ് ടേം ഞാൻ ആദ്യം ഈ രണ്ട് ടേംസിനെ മൾട്ടിപ്ലൈ ചെയ്യുവാണേ. ആർ റൈസ് ടു കെ ഇൻറ്റു ആർ എസ്, ആർ റൈസ് ടു കെ പ്ലസ് വൺ വരും. ആർ റൈസ് ടു വൺ ഇൻറ്റു ആർ റൈസ് ടു കെ എസ്, ആർ റൈസ് ടു കെ പ്ലസ് വൺ. പിന്നെ ഇരിക്കുന്ന ടേം വൺ ഇൻറ്റു ആർ റൈസ് ടു കെ, ദാറ്റ് ഇസ് ആർ റൈസ് ടു കെ ഡിവൈഡഡ് ബൈ ആർ മൈനസ് വൺ. ഈ ബ്രാക്കറ്റിൻ്റെ അകത്തിരിക്കുന്ന രണ്ട് ടേംസിനെയും ആർ റൈസ് ടു കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ആർ റൈസ് ടു വൺ ഇൻറ്റു ആർ റൈസ് ടു കെ എസ്, ആർ റൈസ് ടു കെ പ്ലസ് വൺ, മൈനസ് വൺ ഇൻറ്റു ആർ റൈസ് ടു കെ എസ്, മൈനസ് ആർ റൈസ് ടു കെ. സോ ദാറ്റ് ഇസ് എ ആർ റൈസ് ടു കെ മൈനസ് എ. ഇനി എ കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എ ആർ റൈസ് ടു കെ പ്ലസ് വൺ മൈനസ് എ ആർ റൈസ് ടു കെ എന്ന് കിട്ടും, ഡിവൈഡ് ബൈ ആർ മൈനസ് വൺ. ഇനി ഇവിടെ നോക്കിയേ, ഈ ടേം എ ആർ റൈസ് ടു കെ പോസിറ്റീവ് ടേം ആണ്, ഇവിടെ എ ആർ റൈസ് ടു കെ നെഗറ്റീവ് ടേം ആണ്. അത് രണ്ടും ക്യാൻസൽ ചെയ്തു പോകും. പിന്നെ ഇരിക്കുന്ന രണ്ട് ടേം ഏതൊക്കെയാ? എ ആർ റൈസ് ടു കെ പ്ലസ് വൺ മൈനസ് എ ഡിവൈഡഡ് ബൈ ആർ മൈനസ് വൺ. ഓക്കെ, ഈ ടേം ആദ്യം എഴുതി എ ആർ റൈസ് ടു കെ പ്ലസ് വൺ മൈനസ് എ എന്ന് എഴുതി, ഡിവൈഡ് ബൈ ആർ മൈനസ് വൺ. നൗ ടേക്ക് എ ഔട്ട് സൈഡ്, എ ഇൻറ്റു ആർ റൈസ് ടു കെ പ്ലസ് വൺ മൈനസ് വൺ എന്ന് വരും. എ കോമൺ ആയിട്ട് പുറത്ത് വെക്കണം. ഓക്കെ, എ ഇൻറ്റു ആർ റൈസ് ടു കെ പ്ലസ് വൺ മൈനസ് വൺ. നൗ ദിസ് ഈസ് ഓഫ് ദ ഫോം എ ആർ റൈസ് ടു എൻ മൈനസ് വൺ ഡിവൈഡഡ് ബൈ ആർ മൈനസ് വൺ. പി ഓഫ് എന്നിൻ്റെ ആർ എച്ച് എസിലേക്ക് നമ്മൾ എത്തി. എൻ ഇല്ല സ്ഥലത്ത് കെ പ്ലസ് വൺ കൊടുക്കുമ്പോൾ ഇതുപോലെ കിട്ടും. സോ പി ഓഫ് കെ പ്ലസ് വൺ ഇസ് ട്രൂ. So P of k plus 1 is true. Now write step 3. Step 3, hence by principle of mathematical induction, P of n is true for all n. ഇത് കുറച്ച് വ്യത്യസ്തമായ പ്രോബ്ലം ആണ്. തൊട്ട് മുന്നേ ചെയ്തതും ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കോളൂ. തൊട്ട് മുന്നേ ഓരോ ടേമിൻ്റെ ഇടയ്ക്ക് ഇവിടെ പ്ലസ് ആയിരുന്നു, പക്ഷേ ഇതിൽ പ്രൊഡക്റ്റ് ആണ്, ടേംസ് തമ്മിൽ പ്രൊഡക്റ്റ് ആണ്. ഈ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേം തമ്മിൽ ഇവിടെ ഇരിക്കുന്നത് പ്രൊഡക്റ്റ് ആണ്. തൊട്ട് മുന്നത്തേൽ ആഡ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇതും ചെയ്യാൻ വളരെ ഈസിയാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടാം. പി ഓഫ് എൻ സച്ച് ദാറ്റ് 1 പ്ലസ് 3/1, 1 പ്ലസ് 5/4 ഇൻറ്റു 1 പ്ലസ് 7/9 ഇൻറ്റു എക്സെട്ര ഇൻറ്റു 1 പ്ലസ് 2n പ്ലസ് 1 ഡിവൈഡ് ബൈ n സ്ക്വയർ ഈക്വൽ ടു n പ്ലസ് 1 ഹോൾ സ്ക്വയർ. നൗ സ്റ്റെപ്പ് 1. Step 1, consider P of 1, LHS 1 plus 3/1. First term മാത്രം ഉണ്ടാകും 1 plus 3 which is equal to 4. RHS കണ്ടുപിടിക്കാൻ n equal to 1 കൊടുക്കണം. So RHS equal to 1 plus 1 whole square, 2 square which is equal to 4. So LHS equal to RHS. So P of 1 is true. ഇതാണ് first step. Now step 2, assume P of k is true. Assume P of k is true. Assume P of k is true. Now write P of k. P of k is 1 plus 3/1, 1 plus 5/4, 1 plus 7/9, etc. 1 plus 2k plus 1 divided by k square. ഇതാണ് kth term. n ഇല്ല സ്ഥലത്ത് k കൊടുക്കണം. 1 plus 2k plus 1 divided by k square which is equal to k plus 1 whole square. Now write P of k plus 1. P of k plus 1 equal to 1 plus 3/1, 1 plus 5/4, 1 plus 7/9, etc. kth term എഴുതണം 2k plus 1 divided by k square. ഇതാണ് kth term. ഇനി k plus 1th term എഴുതണം. അവിടെ പ്രൊഡക്റ്റ് ആണ്, ഓർമ്മയില്ലാണ്ട് പ്ലസ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റില്ല. പ്രൊഡക്റ്റ് ആണ്, ഇവിടെ ഇൻറ്റു ആണ്. 2 into k plus 1 plus 1 divided by
കെ പ്ലസ് വൺ ഹോൾ സ്ക്വയർ. അപ്പോൾ കെ പ്ലസ് വൺത്തെ ടേം എഴുതാൻ ഈ n ഉള്ള സ്ഥലത്ത് കെ പ്ലസ് വൺ കൊടുക്കണം. 1 പ്ലസ് 2 ഇൻറ്റു കെ പ്ലസ് വൺ പ്ലസ് വൺ ഡിവൈഡ് ബൈ കെ പ്ലസ് വൺ ഹോൾ സ്ക്വയർ. ഇനി നമ്മൾ ആദ്യത്തെ കെ ടേംസ് കമ്പൈൻ ചെയ്യുക. അതിന് പകരം കെ പ്ലസ് വൺ ഹോൾ സ്ക്വയർ ആണ് എഴുതേണ്ടത്. RHS കെ പ്ലസ് വൺ ഹോൾ സ്ക്വയർ. ഇനി രണ്ടാമത്തെ ടേമിൽ ഇവിടെ ഡിനോമിനേറ്റർ 1 ആണ്, ഡിനോമിനേറ്റർ കെ പ്ലസ് വൺ ഹോൾ സ്ക്വയർ എടുക്കണം. കെ പ്ലസ് വൺ ഹോൾ സ്ക്വയർ എടുക്കണം. പ്ലസ് 2 ഇൻറ്റു കെ പ്ലസ് വൺ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ കെ പ്ലസ് വൺ ഹോൾ സ്ക്വയർ എന്നുണ്ടാവും. ഓക്കെ, ഡിനോമിനേറ്റർ 1 ഇൻറ്റു കെ പ്ലസ് വൺ ഹോൾ സ്ക്വയർ, ഫസ്റ്റ് ടേം ഇൻറ്റു കെ പ്ലസ് വൺ ഹോൾ സ്ക്വയർ പ്ലസ് ദിസ് സെക്കൻഡ് ടേം ഇൻറ്റു 1 വരും. അപ്പോൾ ഇവിടെ കെ പ്ലസ് വൺ ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു കെ പ്ലസ് വൺ പ്ലസ് 1 വരും. ഇനി നോക്കി, ന്യൂമറേറ്ററിൽ കെ പ്ലസ് വൺ ഹോൾ സ്ക്വയർ ഉണ്ട്, ഡിനോമിനേറ്ററിൽ കെ പ്ലസ് വൺ ഹോൾ സ്ക്വയർ ഉണ്ട്. ആ ടേം അങ്ങ് ക്യാൻസൽ ചെയ്തു പോകും. ഇനി ഇവിടെ കെ പ്ലസ് വൺ ഹോൾ സ്ക്വയർ ഉണ്ട്. കെ പ്ലസ് വൺ ഹോൾ സ്ക്വയർ ഇസ് കെ സ്ക്വയർ പ്ലസ് 2k പ്ലസ് 1. 2 ഇൻറ്റു കെ പ്ലസ് വൺ ഇസ് 2k പ്ലസ് 2 പ്ലസ് 1. ഓക്കെ, നൗ ദാറ്റ് ഇസ് ഈക്വൽ ടു കെ സ്ക്വയർ 2k പ്ലസ് 2k ഇസ് 4k. 4k പ്ലസ് 1 പ്ലസ് 2 പ്ലസ് 1 ഇസ് 4. ഓക്കെ, ഈ കെ സ്ക്വയർ പ്ലസ് 4k പ്ലസ് 4നെ എങ്ങനെ എഴുതാം? ഏതിൻ്റെ സ്ക്വയർ അത്? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ പോലെയാണ് ഇരിക്കുന്നത്. എ സ്ക്വയർ കെ സ്ക്വയർ ആണ്, ബി സ്ക്വയർ 4 2 സ്ക്വയർ ആണ്. ഇത് ഏതിൻ്റെ സ്ക്വയറാ? കെ പ്ലസ് 2 ഹോൾ സ്ക്വയർ അല്ലേ? കെ പ്ലസ് 2 ഹോൾ സ്ക്വയർ എന്താ? കെ സ്ക്വയർ പ്ലസ് 4k പ്ലസ് 4, ഓർ ദാറ്റ് ഇസ് ഈക്വൽ ടു കെ പ്ലസ് 1 പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഇത് നോക്കി, RHS പോലെയാണ് ഇരിക്കുന്നത്. n പ്ലസ് 1 ഹോൾ സ്ക്വയർ. n ഉള്ള സ്ഥലത്ത് കെ പ്ലസ് 1 കൊടുത്താൽ കെ പ്ലസ് 1 പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് വരും. സോ പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ. നൗ റൈറ്റ് സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 3, hence by principle of mathematical induction p of n is true for all n. ഓക്കെ, വളരെ ഈസി ആയിട്ട് നമുക്കിത് പ്രൂവ് ചെയ്യാൻ പറ്റും. ഈ പി ഓഫ് കെ പ്ലസ് 1 പ്രൂവ് ചെയ്യുന്ന സ്റ്റെപ്പ് നിങ്ങൾ ചെയ്തിട്ട് പഠിക്കണം. അപ്പോൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ പി ഓഫ് n ആയിട്ട് എടുക്കാം. പ്രോബ്ലത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത്, തന്ന സ്റ്റേറ്റ്മെന്റിനെ പി ഓഫ് 1 ആയിട്ട് എടുക്കാം. സ്റ്റെപ്പ് 1, പി ഓഫ് 1 LHS 1 plus 1 by 1, that is 1 plus 1 which is equal to 2. Now RHS കണ്ടുപിടിക്കാൻ n equal to 1 കൊടുക്കണം. RHSൽ 1 plus 1 വരും, 2 എന്ന് വരും. So LHS equal to RHS. So P of 1 is true. വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റി. ഇനി നോക്കിയേ, സ്റ്റെപ്പ് 2 എഴുതണം. സ്റ്റെപ്പ് 2, assume P of k is true. Assume P of k is true. എന്നിട്ട് P of k എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അവിടെ എഴുതണം. 1 plus 1 by 1, 1 plus 1 by 2, 1 plus 1 by 3, etc. 1 plus 1 by k equal to k plus 1. ഓക്കെ, എന്നിന് പകരം k കൊടുത്തു കഴിഞ്ഞാൽ P of k കിട്ടും. n എവിടേക്ക് ഉണ്ട് അവിടേക്ക് നമ്മൾ k സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് P of k കിട്ടും. ഇനി നമ്മൾ P of k plus 1 എടുക്കാം. P of k plus 1. P of k plus 1ന്റെ LHS മാത്രമേ എടുക്കാൻ പാടുള്ളൂ. 1 plus 1 by 1, 1 plus 1 by 2, 1 plus 1 by 3, etc. kth ടേം 1 plus 1 by k ആണ്. k plus 1th ടേം 1 by 1 plus k plus 1 ആണ്. ഇതാണ് k plus 1th ടേം. 1 plus 1 by k plus 1. Now combine first k terms which is LHS of P of k. Replace that LHS by RHS. RHS is k plus 1. ഇതാണ് RHS, k plus 1. അത് അവിടെ കൊടുക്കാം. Then പിന്നെ ലാസ്റ്റ് ഇരിക്കുന്ന ടേം, അവസാനം ബ്രാക്കറ്റിന് പുറത്തിരിക്കുന്ന ടേം എഴുതി. ഇനി ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. ഇവിടുത്തെ ഡിനോമിനേറ്റർ 1 ആണ്, ഇവിടെ ഡിനോമിനേറ്റർ k plus 1 ആണ്. അപ്പോൾ നമ്മൾ ഡിനോമിനേറ്റർ എന്തെടുക്കണം? 1ഉം k plus 1 ഉണ്ട്. അപ്പോൾ നമ്മൾ എടുക്കേണ്ട ഡിനോമിനേറ്റർ 1 into k plus 1. ഓക്കെ, ഇവിടെ ഒരു k plus 1 എന്ന് പറഞ്ഞ ടേം ഉണ്ട്. ഇവിടെ 1 into k plus 1 k plus 1 വരും. ഫസ്റ്റ് ടേം ഇൻറ്റു k plus 1 ചെയ്യണം. 1 into k plus 1 k plus 1 വരും. പ്ലസ് 1 into 1 1 എന്ന് വരും. ഇങ്ങനെയാണ് വരുന്നത്. ഫസ്റ്റ് ടേം 1 into k plus 1 is k plus 1 പ്ലസ് 1 into 1 is 1, k plus 1 plus 1. ഈ ന്യൂമറേറ്ററിൽ ഇരിക്കുന്ന k plus 1ഉം ഇവിടുത്തെ k plus 1 ക്യാൻസൽ ചെയ്തു പോകും. k plus 1 plus 1 എന്ന് കിട്ടി. നമ്മുടെ ആൻസർ ആയി. ഓക്കെ, n plus 1 എന്ന് പറഞ്ഞ ഫോമിൽ വരണം. n ഉള്ള സ്ഥലത്ത് k plus 1.
n plus 1, k plus 1 plus 1. So P of k is true. P of k is true. Now write step 3. Step 3. Hence, by principle of mathematical induction, P of n is true for all n. For all n. Problem 15. Prove that 1 square plus 3 square plus 5 square plus etc. plus 2n minus 1 whole square equal to n into 2n minus 1 into 2n plus 1 divided by 3. Now take given statement as P of n. P of n such that 1 square plus 3 square plus 5 square plus etc. plus 2n minus 1 whole square equal to. Now step 1, consider P of 1. Now LHS. LHS consists only first term 1 square which is equal to 1. Now RHS, to find RHS, put n equal to 1 in RHS of P of n. ഈ RHS P of n ന്റെ RHS n ഇല്ല സ്ഥലത്ത് 1 കൊടുക്കണം. So 1 into 2 into 1 is 2, 2 minus 1. Again 2 into 1 is 2, 2 plus 1 divided by 3. So 1 into 1 into 3 divided by 3, which is equal to 3 by 3, which is equal to 1. So LHS equal to RHS. LHS equal to RHS. So P of 1 is true. Okay, ഇത് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. വളരെ ഈസി സ്റ്റെപ്പാണ്. അപ്പോൾ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എവിടെയാണ് ബുദ്ധിമുട്ടുള്ളത് എന്ന് മനസ്സിലാവും. ഇനി നമ്മൾ സ്റ്റെപ്പ് 2. Step 2, assume P of k is true. Assume P of k is true. Then write a statement P of k. P of k such that P of n, in P of n replace n by k. 1 square plus 3 square plus 5 square plus etc. plus 2n minus 1 whole square. Now in the place of n write k. 2k minus 1 whole square equal to k into 2k minus 1 into 2k plus 1 divided by 3. This is P of k. Now write P of k plus 1. P of k plus 1 is 1 square plus 3 square plus 5 square plus etc. Now write kth term 2k minus 1 whole square plus 2 into k plus 1 minus 1 whole square. This is k plus 1th term. ഈ k ഇല്ല സ്ഥലത്ത് k plus 1 എഴുതി കഴിഞ്ഞാൽ k plus 1th term കിട്ടി. Now take first k terms together. This is LHS of P of k. Now replace that LHS by its RHS. K into 2k minus 1, 2k plus 1 divided by 3. P of k യുടെ LHSന് പകരം അതിൻ്റെ RHS എഴുതണം. അതിനുശേഷം ബ്രാക്കറ്റിന് പുറത്തിരിക്കുന്ന ഈ ടേം എഴുതണം. അപ്പോൾ ഇവിടെ 2 into k, 2k, 2 into 1 is 2 minus 1. 2 into k plus 1 is 2k plus 2, then here minus 1. So 2k plus 2 minus 1 whole square. So this is equal to k into 2k minus 1, 2k plus 1 divided by 3. Now here second term is 2k plus 2 minus 1 is plus 1 whole square. Okay, 2k plus 1 whole square. Now this is equal to k into 2k minus 1, 2k plus 1 plus 3 into 2k plus 1 whole square whole divided by 3. Okay, whole divided by 3 എടുത്തു. ഇവിടെ denominator 1 ആണ്. അപ്പോൾ denominator നമ്മൾ 3 എടുത്തു. Second term into 3 ചെയ്യണം. Now we can take 2k plus 1 outside. ഇപ്പോൾ രണ്ട് ടേമിലും 2k plus 1 ഉണ്ട്. 2k plus 1 നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് വെക്കണം. Remaining terms are k into 2k minus 1 plus 3 into 2k plus 1. കാരണം സെക്കൻഡ് ടേമിന് ഒരു 2k പ്ലസ് 1 നമ്മൾ പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 2k പ്ലസ് 1 ഉണ്ടാകും. 2k പ്ലസ് 1 ഹോൾ സ്ക്വയർ ആണുള്ളത് ഇവിടെ. അതിൽ നിന്നും ഒരു 2k പ്ലസ് 1 നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബാക്കി ഒരു 2k പ്ലസ് 1 ഉണ്ടാകും. അപ്പോൾ ഈ 3നെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ഡിനോമിനേറ്റർ എഴുതി വെച്ചിട്ടുണ്ട്. 2k പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3. ഇനി ബ്രാക്കറ്റ് ഒന്ന് നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. k ഇൻറ്റു 2k is 2k സ്ക്വയർ. k ഇൻറ്റു മൈനസ് 1 is മൈനസ് k. Then second term 3 into 2k is 6k. 3 into 1 is 3. So that is equal to 2k plus 1 divided by 3. Inside bracket we have 2k square plus 5k plus 3. പിന്നെ നമ്മൾ ഈ 5kനെ സ്പ്ലിറ്റ് ചെയ്യണം. അത് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്.
2k plus 1 by 3. ഈ കോയിഫിഷ്യൻ്റ് നോക്കുക, അവിടെ 2 ആണിരിക്കുന്നത്. ഇപ്പോൾ 5kനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് 2k plus 3k ആയിട്ട്. ഫസ്റ്റ് ടേമിൻ്റെ കോയിഫിഷ്യൻ്റ് നോക്കിക്കൊണ്ട് വേണം നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ. 5kനെ 2k plus 3k ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. എന്നിട്ട് ഈ രണ്ട് ടേംസ് ഒന്നിച്ചെടുക്കാം, ഈ രണ്ട് ടേംസിനെ ഒന്നിച്ചെടുക്കണം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2k plus 1 ഫ്രം ഫസ്റ്റ് 2 ടേംസ്. ആദ്യത്തെ ഈ രണ്ട് ടേമിൽ നിന്നും 2k കോമൺ ആയിട്ട് പുറത്തേക്ക് വെക്കാം. അപ്പോൾ ഇവിടുന്ന് 2k പോകുമ്പോൾ ഇവിടെ ഒരു ടേം k എന്ന് പറഞ്ഞ ടേം ഉണ്ടാകും. ഇവിടെ ഈ 2k മൊത്തം പുറത്തേക്ക് പോകുമ്പോൾ അവിടെ 1 ഉണ്ടാകും. ഇനി അവസാനത്തെ രണ്ട് ടേമിന് 3 കോമൺ ആയിട്ട് പുറത്ത് വെക്കണം. 3 into k plus 1. 3 into k plus 1. Taking 3 outside, we get 3 into k plus 1. ഇപ്പോൾ നോക്കിയാൽ ബ്രാക്കറ്റിൻ്റെ അകത്ത് ഇവിടെയും ഒരു k plus 1 ഉണ്ട്, ഇവിടെയും k plus 1 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താ പുറത്തേക്ക് വെക്കാൻ പറ്റുന്നത്? k plus 1 കോമൺ ആയിട്ട് പുറത്തേക്ക് വെക്കാം. സോ വി ഗെറ്റ് k plus 1. ഓക്കെ, ഇവിടെ നിന്ന് ഒരു k plus 1 പുറത്തേക്ക് എടുത്തു. k plus 1, 2k plus 1. ഇവിടെ ഇരിക്കുന്ന ഈ 2k plus 1. പിന്നെ ബ്രാക്കറ്റിൻ്റെ അകത്തുനിന്ന് k plus 1 കോമൺ ആയിട്ട് പുറത്തു പോകുമ്പോൾ അവിടെ 2k plus 3 ഉണ്ടാകും. 2k plus 3. പിന്നെ ഡിനോമിനേറ്ററിൽ ഒരു 3 ഉണ്ട്, ഡിവൈഡഡ് ബൈ 3 ഉണ്ട്, അതിവിടെ ഹോൾ ഡിവൈഡ് ബൈ 3 ആയിട്ട് വരും. ഇനി ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. നമുക്ക് ആ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് വരാൻ വേണ്ടിയിട്ട് k plus 1. ഓക്കെ, k plus 1. ഈ 2k plus 1നെ ശ്രദ്ധിച്ച് കേൾക്കണേ. 2k plus 1നെ 2 into k plus 1, 2 into k plus 1. ഇനി എന്താ എഴുതേണ്ടത്? 2k plus 1 ആയുള്ളത്. ഇപ്പോൾ ഇവിടെ 2 into k plus 1 എഴുതുമ്പോൾ 2k plus 2 ആയി. അപ്പോൾ ഇവിടെ ഒരു -1 ചേർക്കണം. 2k plus 1നെ 2 into k plus 1, അപ്പോൾ 2k plus 2 വരും. അപ്പോൾ ഇവിടെ 1 മാത്രമേ ഉള്ളൂ. ആ 1 വരാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ -1 ചേർക്കണം. ഇനി 2k plus 3നെ 2 into k plus 1, അപ്പോൾ 2k plus 2 ആയി. ഇവിടെ പ്ലസ് 3 ആണുള്ളത്, അപ്പോൾ അവിടെ ഒരു +1 ചേർക്കേണ്ടി വരും. ഇപ്പോൾ ഡിവൈഡഡ് ബൈ 3 ഉണ്ടാകും. ഇപ്പം നോക്കിയാൽ ഇത് പി ഓഫ് എന്നിൻ്റെ RHS പോലെയാണ് ഇരിക്കുന്നത്. ഓക്കെ, പി ഓഫ് എന്നിൻ്റെ RHSൽ ഇരിക്കുന്നത് n into 2n minus 1 into 2n plus 1 all divided by 3. So p of k plus 1 is true. So p of k plus 1 is true. Now write step 3. Hence by principle of mathematical induction, p of n is true for all n. Now next problem. Prove that 1 by 1 into 4 plus 1 by 4 into 7 plus 1 by 7 into 10 plus etc. plus 1 by 3n minus 2 into 3n plus 1 equal to n divided by pn plus 1. Now take given statement as p of n. Okay, ഈ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ p of n ആയിട്ട് എടുക്കണം. p of n such that 1 by 1 into 4 plus 1 by 4 into 7 plus 1 by 7 into 10 etc. 1 by 3n minus 2 into 3n plus 1 equal to n divided by 3n plus 1. Now step 1, p of 1. Consider p of 1 LHS 1 by 1 into 4 which is equal to 1 by 4. To find RHS, put n equal to 1. So we get 1 divided by 3 plus 1. 3 into 1 is 3. 3 plus 1, that is 1 by 4. So LHS equal to RHS. So P of 1 is true. ഇതുപോലെ എഴുതണേ. എക്സാമിന് ഈ സ്റ്റെപ്പിന് ഒരു മാർക്ക് ഉണ്ട്. ഓക്കെ, ഇതുപോലെ തന്നെ എഴുതി വെക്കണം. ഓക്കെ, ട്രൂ. P of 1 is true. ഈ ഒരു സ്റ്റെപ്പിന് ഇത് വളരെ ഈസി സ്റ്റെപ്പാണ്. ഇതിന് ഒരു മാർക്ക് ഉണ്ട്. Now step 2. സ്റ്റെപ്പ് 2ൽ നമ്മൾ ചെയ്യേണ്ടത് assume P of k is true. P of k is true. Assume P of k is true. Then write P of k. വളരെ ഈസിയാണ്. P of k എഴുതാൻ വളരെ ഈസിയാണ്. P of n എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ എന്നിന് പകരം k കൊടുത്താൽ മതി. 1 ഡിവൈഡഡ് ബൈ 3k മൈനസ് 2 3k പ്ലസ് 1. ഓക്കെ, അത് നോക്കിയിട്ട് n ഉള്ള സ്ഥലത്ത് k കൊടുത്താലേ P of n നമ്മൾ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് നോക്കിയിട്ട് അതിൽ n ഉള്ള സ്ഥലത്ത് k എഴുതിയാൽ മതി. അല്ലാണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് ബൈ ഹാർട്ട് അടിക്കണ്ട. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് ബൈ ഹാർട്ട് അടിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതെല്ലാം ബൈ ഹാർട്ട് അടിക്കണമെങ്കിൽ നല്ല പണിയുണ്ട് അല്ലേ. ബൈ ഹാർട്ട് അടിക്കാൻ പോകണ്ട. നിങ്ങൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സാമിൽ അതുപോലെ തന്നിട്ടുണ്ടാകും. ആ n ഉള്ള സ്ഥലത്ത് k എഴുതി കഴിഞ്ഞാൽ P of k കിട്ടും. അപ്പോൾ P of k എഴുതുന്നതിന് ഒരു മാർക്കുണ്ട്. P of 1ന് ഒരു മാർക്ക്, P of k എഴുതുന്നതിന് ഒരു മാർക്ക്. P of k plus 1ൻ്റെ LHS ഇപ്പോൾ നമ്മൾ എഴുതും.
അതിന് 1 മാർക്ക് ഉണ്ട്, പിന്നെ പ്രൂവ് ചെയ്യുന്നതിന് 1 മാർക്കാണ്. അങ്ങനെയാണ് ഇതിൻ്റെ മാർക്ക് ഡിവൈഡ് ചെയ്ത് വരുന്നത്. 1 into 4, 1/4 into 7 പ്ലസ് എക്സെട്ര. തേർഡ് ടേം എഴുതിയാലും എഴുതിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആദ്യത്തെ 2 ടേം എഴുതി, പിന്നെ kth ടേം എഴുതണം. 1/3k - 2, 3k + 1. ഇത് പി ഓഫ് കെയിലെ ലാസ്റ്റ് ടേം ആണത്, kth ടേം. അത് അതുപോലെ അങ്ങ് എഴുതി വെക്കാം. ഇനി നമ്മൾ k + 1th ടേം എഴുതണം. അത് വളരെ ഈസിയാണ്. ഈ k ഉള്ള സ്ഥലത്ത് k + 1 എഴുതിയല്ലേ. k + 1, 3 into k + 1 - 2, 3 into k + 1 + 1. ഇതാണ് p of k + 1. Okay, now take first k terms together. This is LHS of p of k. Replace that LHS by RHS, k divided by 3k + 1. അതിനുശേഷം ബ്രാക്കറ്റിന് പുറത്തുള്ള ടേം സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതണം. 3 into k is 3k. Then 3 into 1 is 3. 3 minus 2 is 1. So 3k + 1. ഇവിടെ 3 minus 2 വരും. അതാണ് 1 ആയിട്ട് വരുന്നത്. അടുത്ത ടേം 3k. 3 into 1 is 3. 3 plus 1 is 4. 3 plus 1 വരും അവിടെ. 3 into k plus 1 ഉണ്ട്. അപ്പോൾ അത് 3k plus 3, പിന്നെ ഒരു plus 1 ഉണ്ട്. 3k plus 4 എന്ന് വരും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടേമിലും സെക്കൻഡ് ടേമിലും കോമൺ ആയിട്ട് ഇരിക്കുന്നത് 3k plus 1 ആണ്. ആ കോമൺ ടേം നമുക്ക് ആദ്യം അങ്ങ് പുറത്ത് വെച്ചേക്കാം. റിമൈനിങ് ടേം ഇസ് k. ഇവിടെ 3k plus 4. സെക്കൻഡ് ടേമിൽ 3k plus 4 ഉണ്ടാകും. 1/3k plus 1 നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് വെച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഡിനോമിനേറ്റർ 1 ആണ്, ഇവിടെ ഡിനോമിനേറ്റർ 3k plus 4. So we have to take 3k plus 4 as denominator. ഈ 1/3k plus 1 ഉണ്ട്, അത് നമ്മൾ ഇവിടെ പുറത്ത് വെച്ചു. Now take 3k plus 4 as denominator. First term into 3k plus 4 plus 1. First term into 3k plus 4. So 1 divided by 3k plus 1, 3k square plus 4k plus 1 divided by 3k plus 4. അപ്പോൾ ഇവിടെയും നമുക്കൊരു k plus 1 ന്യൂമറേറ്ററിൽ വരണം. ഓക്കെ, ഒരു k plus 1 ന്യൂമറേറ്ററിൽ വരണം. കാരണം പി ഓഫ് എന്നിൻ്റെ RHS നോക്കിയേ, n divided by 3n plus 1 ആണുള്ളത്. പി ഓഫ് എന്നിൻ്റെ RHSൽ n ഉണ്ട്. പി ഓഫ് k plus 1ൻ്റെ RHSൽ k plus 1 വരണം. ഓക്കെ, ഞാനിവിടെ വൈറ്റിൽ എഴുതാം. പി ഓഫ് എന്നിൻ്റെ RHSൽ n divided by 3n plus 1 ഇങ്ങനെയാണുള്ളത്. n ഉണ്ട്. അപ്പോൾ പി ഓഫ് k plus 1ൻ്റെ RHSൽ k plus 1 വരണം. അപ്പോൾ k plus 1 വരണമെങ്കിൽ നമ്മൾ ഈ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം നമ്മളത് ചെയ്തു. 3k സ്ക്വയർ ഉണ്ട്. 4kനെ 3k plus k എന്ന് എഴുതണം. പ്ലസ് 1. 4kനെ 3k plus k എന്ന് എഴുതണം. ഈ 3 നോക്കിയിട്ടാണ് ഇവിടെ ഞാൻ 3 എടുക്കുന്നത്. അത് വളരെ ഈസിയാണ്. ഒരുപാട് പ്രോബ്ലത്തിൽ നമ്മൾ ഇതുപോലെ ചെയ്തു. ഇനി നമ്മൾ ആദ്യത്തെ 2 ടേം എടുക്കാം. അതിൽ നിന്നും 3k കോമൺ ആയിട്ട് പുറത്ത് വെക്കണം. k plus 1. സെക്കൻഡ് ടേമിൽ കോമൺ ആയിട്ട് എടുക്കാനൊന്നുമില്ല. k plus 1 അതുപോലെ തന്നെ അങ്ങ് എഴുതിയല്ലേ. k plus 1 ബ്രാക്കറ്റിൻ്റെ അകത്തിടാം. ഡിനോമിനേറ്ററിൽ 3k plus 1 ഉണ്ട്, 3k plus 4 ഉണ്ട്. Now we can take k plus 1 from numerator. Remaining terms are 3k plus 1. ഈ k plus 1 മൊത്തം പുറത്തു പോകുമ്പോൾ അവിടെ 1 ആണ്. അതാണ് ഇവിടെ 1 എന്ന് എഴുതുന്നത്. ഇവിടെ 3k ഉണ്ടാകും, ഇവിടെ 1 ആണ്. 3k plus 1. ഡിനോമിനേറ്ററിൽ 3k plus 1, 3k plus 4. Now we can cancel this 3k plus 1. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഉണ്ട്. ആ 3k plus 1 ക്യാൻസൽ ചെയ്ത് പോകും. So we get k plus 1 divided by 3k plus 4 ഉണ്ട്. അതിന് നമ്മൾ എഴുതേണ്ടത് 3 into k plus 1 plus എന്താ പറഞ്ഞോളൂ, 3 into k plus 1 plus 1 ആണ്. 3 into k plus 1 plus 1. ഇപ്പോൾ ഈ ഫോമിലേക്ക് വന്നു. നോക്കിയേ, എന്നിന് പകരം k plus 1 കൊടുത്താൽ k plus 1, എന്നിന് പകരം k plus 1, ഇതിൽ k plus 1, 3 into k plus 1 plus 1. ഓക്കെ, ആ ഫോമിലേക്ക് വന്നു. സോ p of k plus 1 is true. p of k plus 1 is true. Hence, by principle of mathematical induction, p of n is true. Last problem. Take given statement as p of n. p of n is 1/3 into 5 plus 1/5 into 7 plus 1/7 into 9 plus etc. plus 1/2n plus 1 into 2n plus 3 equal to n divided by 3 into 2n plus 3. Now step 1, p of 1. LHS. Write first term 1/3 into 5. That is 1/15. RHS
Put n equal to 1 in RHS of P of n. 1 divided by 3 into 2 into 1 is 2, 2 plus 3. That is 1 by 3 into 5, which is equal to 1 by 15. So LHS equal to RHS. So P of 1 is true. First step ayallo. Now step 2. Step 2, assume P of k is true. Assume P of k is true. Now write P of k. P of k such that 1 by 3 into 5 plus 1 by 5 into 7 plus etc. plus 1 divided by 2k plus 1, 2k plus 3 equal to എന്താ വരുന്നത് k divided by 3 into 2k plus 3. ഇതാണ് P of k. ഇനി നമ്മൾ P of k plus 1 എഴുതണം. P of k plus 1. ഇപ്പോൾ P of k plus 1 എഴുതുമ്പോൾ തൊട്ട് മുന്നേ P of k ഉണ്ട്. അത് അതുപോലെ എഴുതാം. 1 by 3 into 5, 3 into 5 plus 1 by 5 into 7 plus etc. plus kth term എഴുതണം. 1 by 2k plus 1, 2k plus 3. ഇത് kth term ആണ്. kth term കഴിഞ്ഞിട്ട് k plus 1th term എഴുതണം. k ഉള്ള സ്ഥലത്ത് k plus 1 എഴുതണം. ഈ kക്ക് പകരം k plus 1 എഴുതണം. 2k plus 3 ഉണ്ട്. ആ kക്ക് പകരം k plus 1. ഇതാണ് k plus 1th term. Now combine first k terms. This is LHS of P of k. Replace LHS by its RHS. RHS is k divided by 3 into 2k plus 3. P of k യുടെ RHS ഇവിടെ എഴുതി. പിന്നെ അതിനുശേഷം ബ്രാക്കറ്റിന് പുറത്ത് ഇവിടെ ഒരു ടേം ഉണ്ട്. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതണം. 1 divided by ഇവിടെ 2k plus 2 plus 1 ഉണ്ട്. 2 plus 1 is 3. So 2k plus 3. അടുത്ത ടേമിൽ 2k plus 2 plus 3 ഉണ്ട്. അത് 2k plus 5 ആയിട്ട് വരും. പിന്നെ ഇവിടെ നോക്കിയേ 2k plus 3 കോമൺ ആണ്. ആ 2k plus 3 കോമൺ ആയിട്ട് പുറത്ത് വെക്കണം. 2k plus 3. റിമൈനിങ് ടേംസ് k by 3. ഓക്കെ, ഇവിടെ k by 3 ഉണ്ടാകും. ഇവിടെ 1 divided by 2k plus 5 ഉണ്ടാകും. 1 divided by 2k plus 5. ഓക്കെ, കോമൺ ടേം പുറത്ത് വെച്ചിട്ട് ബാക്കിയുള്ള ടേംസിനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എടുക്കണം. ഇവിടെ ഡിനോമിനേറ്റർ 3 ഉണ്ട്, ഇവിടെ 2k plus 5 ഉണ്ട്. അപ്പോൾ നമ്മൾ എടുക്കേണ്ട ഡിനോമിനേറ്റർ എന്താ? രണ്ടിൻ്റെ പ്രൊഡക്റ്റ് എടുക്കണം. അപ്പോൾ 1 by 2k plus 3 അത് പുറത്ത് വെക്കാം. ഇവിടെ ഡിനോമിനേറ്റർ 3 into 2k plus 5. Now cross multiplying k into 2k plus 5 plus 1 into 3 is 3. So this is equal to 1 divided by 2k plus 3. K into 2k is 2k square. K into 5 is 5k plus 3. Okay, ഇവിടെ k into 2k ഉണ്ട് 2k square. K into 5 is 5k. പിന്നെ plus 3 ഉണ്ട് പുറത്ത്. അതും കൂടി അവിടെ എഴുതി. 3 into 2k plus 5. ഡിനോമിനേറ്റർ ഇങ്ങനെ വരും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 5kനെ സ്പ്ലിറ്റ് ചെയ്യണം. ഇപ്പം തന്നെ നിങ്ങളെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാകും 5kനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം. ആദ്യത്തെ ടേം 2k സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതേണ്ടത് 2k. പിന്നെ ബാക്കിയുള്ളത് 3k. അത് അതുപോലെ എഴുതല്ലേ. ഈ കോൺസ്റ്റന്റ് തന്നെ ഇവിടെ എഴുതുന്ന പോലെ എഴുതണം. എന്നാൽ നമുക്ക് k plus 1 കോമൺ ആയിട്ട് പുറത്ത് വെക്കാൻ പറ്റും. ഇനി നമ്മൾ ആദ്യത്തെ രണ്ട് ടേം കമ്പൈൻ ചെയ്തിട്ട് ആദ്യത്തെ രണ്ട് ടേംസ് ഒന്നിച്ചെടുക്കാം. ടേക്ക് 2k ഔട്ട്സൈഡ് k plus 1. Now combining last two terms, take 3 outside, 3 into k plus 1. Denominator is 2k plus 3, 3 into 2k plus 5. ഇപ്പോൾ ന്യൂമറേറ്ററിൽ k plus 1 കോമൺ ആയിട്ട് പുറത്തേക്ക് വെക്കാം. So that is equal to k plus 1. Remaining terms are 2k plus 3. Denominator ഒരു 2k plus 3 ഉണ്ട്. Then 3 2k plus 5. അപ്പോൾ ഇവിടെ ഈ 2k plus 3 ക്യാൻസൽ ചെയ്തു പോകും. k plus 1 divided by 3 into 2k plus 5. ഓക്കെ, ഇപ്പം തന്നെ P of n-ൻ്റെ RHS ഒന്ന് നോക്കാം. P of n-ൻ്റെ RHSൽ ഇരിക്കുന്നത് n divided by 3 into 2n plus 3 ആണ്. ഓക്കെ, ആ ഫോമിൽ തന്നെയാണ് ഇതും ഇരിക്കുന്നത്. k plus 1 divided by 3 into 2 into k plus 1. ഈ 2k plus 5നെ 2 into k plus 1 എന്ന് എഴുതണം. പ്ലസ് ഒരു ടേമും കൂടി ഉണ്ട് 2k plus 2. 5നെ 2 plus 3 എന്ന് എഴുതാം. സോ 2k plus 5നെ എങ്ങനെ എഴുതാം? 2 into k plus 1 plus 3 എന്ന് എഴുതാം. ഈ ഫോമിലേക്ക് വന്നു. n divided by
3 into 2n, n in the സ്ഥലത്ത് k plus 1, 2n plus 3, 2 into k plus 1 plus 3, ആ ഫോമിൽ വന്നു. So P of k plus 1 is true. So P of k plus 1 is true. Hence by principle of mathematical induction, P of n is true. ഇപ്പോൾ നമ്മൾ എക്സസൈസിലെ 17 പ്രോബ്ലംസ് ആണ് ചെയ്തത്. ഈ പ്രോബ്ലംസ് എല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ പ്രോബ്ലംസും ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. പ്രത്യേകിച്ചിട്ട് ഈ പി ഓഫ് കെ പ്ലസ് 1 പ്രൂവ് ചെയ്യുന്ന ഈ സ്റ്റെപ്സ് നിങ്ങൾ 1-2 പ്രാവശ്യം എഴുതിയിട്ട് പ്രാക്ടീസ് ചെയ്യണം.